ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമ്മു യഅഖൂബ് എന്ന മഹദിയോട് പറയുകയാണ്, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഫിഗർ അതാണ്, ഇസ്ലാമിന്റെ ചിത്രം അതാണ്. ആ സൂറത്തുൽ അസ്റിന്റെ തൊട്ടടുത്ത ആയത്ത് നിങ്ങൾ നോക്കൂ. ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, രണ്ട് വിഭാഗം ആളുകളെ തൊട്ടടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ഈ പ്രദേശം സുഹൃത്തുക്കളെ ഒരു ഉൾപ്രദേശമാണ്, ഒരു ചെറിയ നാടാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നു നോക്കുമ്പോ നല്ല ഒരു പള്ളിയാണ്. അതേ, ധാരാളം മഹത്തുക്കൾ ഇവിടെ കാണുമാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടെ വന്നപ്പോഴും നേരത്തെ സംസാരങ്ങൾ കേട്ടപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ മഹാന്മാരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ ദീനീ ചൈതന്യം അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ഇന്നിപ്പോ വിശാലമായ സ്ഥലമുണ്ട് ഇവിടെ. ചില സ്ഥലത്തെല്ലാം പോയാൽ എന്താ പ്രശ്നം അറിയോ? അവർക്ക് പലതും അവിടെ നടത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സൗകര്യമില്ല. എന്തുകൊണ്ട് സൗകര്യമില്ല? സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. കുറെ ബിൽഡിംഗ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പല സംരംഭവും നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, അള്ളാന്റെ ദീനിന് വേണ്ടിയല്ലേ. പക്ഷെ അവർക്കതൊന്നും കഴിയാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സ്ഥലം ഇല്ല. അതേ സമയത്ത് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സുബ്ഹാനല്ലാഹ് എത്ര വിശാലമായ 1 ഏക്കറിലേറെ സ്ഥലം ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാർ നല്ല കാര്യമാണ് ചെയ്തത്. അതിനെ മഹാന്മാരായ ആലിമീങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അതാണ് നേരത്തെ ഇവിടെ കേട്ടത്. ബഹുമാനപ്പെട്ട ഉബനൂർ ദാരിമി ഉസ്താദിനും അഹമ്മദ് ബാഖവി ഉസ്താദിനും അവർക്കൊക്കെ അത് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർ അൽഹംദുലില്ലാഹ് അവരുടെ നേതൃത്വത്തിൽ ശിഷ്യ സംഘടനകളുടെ സഹകരണത്തോടുകൂടെ ഇവിടെ കുറെ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ മഹല്ല് നിവാസികൾ, ഇവിടുത്തെ മുതിർന്ന ആളുകൾ, നേതാക്കൾ, ഈ നാട്ടുകാര്, നാട്ടുനിവാസികൾ അൽഹംദുലില്ലാഹ് പല സ്ഥലത്തും ചെന്നാൽ നാട്ടുകാരെ സഹകരണം ഉണ്ടാവൂല. അതേസമയത്ത് ഇവിടെ അങ്ങനെയല്ല, നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ടോടുകൂടെയാണ് ഈ നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന. അല്ലാഹു തആല ഖിയാമത്ത് നാളെ വരെ തനിമ നിലനിർത്തി തരട്ടെ. അങ്ങനെയുണ്ട്. ഈ അടുത്ത് ഞങ്ങളെ കർണാടകയിലെ ഞങ്ങളെ ജമിയത്തുൽ ഉലമാന്റെ പ്രസിഡന്റ് വന്യരായ സൈനുൽ ഉലമ മാണി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അങ്ങനെ ഒരിക്കൽ പെട്ടെന്നുണ്ട്, ഞാൻ എവിടേക്കോ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഉസ്താദിന്റെ കൂടെയുള്ളവർ വിളിച്ചു പറഞ്ഞു, ഉസ്താദ് ഇപ്പൊ അങ്ങോട്ട് വരുന്നു പറഞ്ഞ്, നിങ്ങളെ ദർസിലേക്ക് വരുന്നു പറഞ്ഞ്. ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല, അതിന് മുമ്പ് വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഉസ്താദ് അതിലൂടെ ഇങ്ങനെ പോകുമ്പോ അവിടെ ഒന്ന് കയറിയിട്ട് ഒരൽപ്പം വിശ്രമിക്കണം എന്ന് കരുതി വരുന്നു. അങ്ങനെ ഞാൻ എന്റെ പോക്ക് തൽക്കാലം നീട്ടിവെച്ചു. അങ്ങനെ ഉസ്താദിനെ സ്വീകരിച്ചു. അങ്ങനെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ വീടുള്ളത്. അങ്ങനെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഉസ്താദിന് സ്വീകരണം കൊടുത്തു. അങ്ങനെ ഉസ്താദ് അവിടെ വിശ്രമിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ വീട്ടിന്റെ അപ്പുറത്ത് കുറെ വിശാലായ സ്ഥലമുണ്ട്. മുടബിദരയിൽ ദർസ് മാത്രമാണ് നടക്കുന്നത്, അവിടെ വേറൊന്നും നടക്കണില്ല, ദർസാണ്. അങ്ങനെ ആ സ്ഥലം ചോദിച്ചപ്പോ ഉസ്താദ് ചോദിച്ചു, ആ സ്ഥലം ആരേതാണ്? ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെതൊന്നുമല്ല, വേറെ ആളതാണ്. എന്നാ നിങ്ങൾക്ക് അത് വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടിട്ടില്ല, ഞാൻ മിണ്ടാതിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങൾ പലയിടത്തും പോയിട്ട് പലതും വാങ്ങിക്കൊടുക്കാറുണ്ടല്ലോ, നിങ്ങളുടെ ദർശനം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞു, ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അത് വാങ്ങണമെന്ന്. കാരണം ദർശാണെങ്കിലും കുറെ സ്ഥലം വേണം എന്നാണ് അവരുടെ ഒക്കെ കാഴ്ചപ്പാടുകൾ ആലോചിച്ചു നോക്കും. അപ്പൊ അൽഹംദുലില്ലാഹ് ഇവിടെ നോക്കുമ്പോ വിശാലമായ സ്ഥലമാണ്. ആ സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ഇവിടെ ഏൽപ്പിച്ച സ്ഥിതിക്ക് ഇവിടെ ഈ പറയപ്പെട്ട മഹാരഥന്മാരായ ആലിമീങ്ങൾ അവർ അൽഹംദുലില്ലാഹ് ഇവിടെ അവരുടെ ജീവിതകാലത്ത് നിങ്ങളുടെ ഒക്കെ സഹായവും സഹകരണം കൊണ്ട് അതിനുണ്ടല്ലോ എല്ലാത്തിനും ആലിമീങ്ങളും ഉമറാക്കളും വേണം. ഇവിടെ സ്റ്റേജിൽ ധാരാളം ഉമറാക്കളുണ്ട്. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ആലിമീങ്ങളെ കൂടെ ഉമറാക്കളും ഒന്നിക്കുമ്പോഴാണ് നല്ല നല്ല സംരംഭങ്ങളൊക്കെ വിജയിച്ചു പോവുക. അതുകൊണ്ടാണ് നബി
നബിസ്വലാസങ്ങൾ പറഞ്ഞ് അൽ ഉലമാ വൽ ഉമറാ രണ്ട് വിഭാഗം പറഞ്ഞു. ഉലമാ മാത്രം പോരാ, ഉമറാവും വേണം. ഉമറാ മാത്രം പോരാ, ഉമറാന്റെ മുന്നിൽ എപ്പോഴും ഉലമാ വേണം. കാരണം ഉലമാ എന്ന് പറഞ്ഞാൽ അവർ ഇൽമുള്ളവരാണ്. ആ ഇൽമുള്ളവർ ഇൽമ പറഞ്ഞു വരുമ്പോ അതനുസരിച്ചാണ് പിന്നിലുള്ളവരൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഉമറാക്കളൊക്കെ ഇവിടെ വരാൻ കാരണം. ആലിമീങ്ങളുടെ മുത്താലിമീങ്ങളുടെ ക്ഷണം കിട്ടിയപ്പോ അവരങ്ങ് ഓടിയെത്തിയത് അവരുടെ ആ നല്ല മനസ്സുകൊണ്ടാണ്. അല്ലാഹു തആല അവർക്കും ഈ സദസ്സിലുള്ള മുഴുവൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഇവിടെ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഒരു കെട്ടിടം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഇപ്പൊ അൽഹംദുലില്ലാഹ് ചെറിയ തോതിൽ ഇവിടെ ദർസുണ്ട്, മദ്രസ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ദർസ് വിശാലമാക്കണം. ദർസാണ് ദീനിന്റെ ഏറ്റവും വലിയ ഇൽമിന്റെ ഉറവിടം. ആ ദർസ് ഇവിടെ ഉഷാറാക്കണം. ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ കാണാതെ പഠിക്കുന്ന മക്കള് ഒരു നാട്ടിൽ കുറെ മുതഅല്ലിമീങ്ങളും ഖുർആൻ കാണാതെ പഠിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടായാൽ ആ നാട്ടുകാർക്ക് മുഴുവനും അള്ളാന്റെ കാവലാണത്. മുഴുവൻ മുസീബത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അതിനൊരു പോംവഴിയാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കണില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ സദസ്സിൽ ആരും പോകരുത്, എല്ലാവർക്കും നമുക്ക് ഒന്നിച്ചു പോകണം. അവസാനം അല്ലാഹു ഭാഗ്യം തരട്ടെ. പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇവിടെ ബിൽഡിംഗിന്റെ സൗകര്യം ഉണ്ടാക്കി നമ്മെ കൊണ്ട് കഴിയുന്നത് എല്ലാം ഇന്ന് നടക്കണമെന്നില്ലല്ലോ, എന്നാലും നമ്മെ കൊണ്ട് കഴിയുന്നത് നമുക്കൂടെ ഉണ്ടാക്കിയിട്ട് റമളാൻ വരെയല്ലേ, ശഅബാൻ അവസാനിക്കല്ലേ, നമുക്ക് നന്നായി ദുആ ചെയ്ത് പിരിയണം. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശറിന്റെ ഈ തൊട്ടടുത്ത ആയത്തിൽ രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ആ രണ്ട് വിഭാഗം ആളുകൾ ആരാണ്? ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മക്കയിൽ ഉണ്ടായിരുന്ന മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും അവരെ പുറത്താക്കപ്പെട്ടു. എന്തിന്റെ പേരിലാണ്? ഇല്ല അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ്, അവർ മുസ്ലിമീങ്ങളായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സ്വന്തം വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അവരുടെ നല്ല ഉഷാറായി നടന്നിരുന്ന കച്ചവടങ്ങളില്ലേ, ആ കച്ചവടങ്ങൾ പോലും നിർത്തൽ ചെയ്യേണ്ടി വന്നു. എന്നിട്ടോ ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹാജിറുകളായ സ്വഹാബത്ത് ഹിജ്റ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് മദീനയിൽ പോയി കച്ചവടം തുടങ്ങണമെന്ന ചിന്ത അവരിലില്ല. ആ മദീനയിൽ പോയി പെണ്ണ് കണ്ട് കല്യാണം കഴിക്കണമെന്ന ചിന്തയില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് എന്തിനാണ്? ഖുർആനിൽ പറഞ്ഞത് നോക്കൂ നിങ്ങള്, യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ. അതുകൊണ്ട് അവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ ഔദാര്യമാണ്, യജമാനനായ റബ്ബിന്റെ പൊരുത്തമാണ്, റബ്ബിന്റെ തൃപ്തിയാണ്, റബ്ബിന്റെ പൊരുത്തമാണ്. മാത്രമല്ല വയൻസുറൂനല്ലാഹ വറസൂലഹു, അതിലൂടെ അവർ അല്ലാഹുവിനെ സഹായിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കുകയാണ്. ഇവിടെ അതാ ഒരു മദ്രസക്ക് വേണ്ടിയോ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന് വേണ്ടിയോ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ദർസിന് വേണ്ടിയോ ഒരു ബിൽഡിംഗ് ആവശ്യമാണെന്ന് പറയുമ്പോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സിമന്റുകൾ നിങ്ങൾ ഏറ്റെടുക്കുന്നവരുമുണ്ട്, അതുപോലെ തന്നെ കല്ലുകൾ ഏറ്റെടുത്തവരുണ്ട്, ഏറ്റെടുക്കാനിരിക്കുന്നവരുണ്ട്. ഇതുകൊണ്ട് എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സഹകരണം? ഇതാരോടുള്ള സഹകരണമാണ്? ഇത് കുമ്പന്നൂർ ദാരിമി ഉസ്താദിനോട് മാത്രമുള്ള സഹകരണമല്ല, ഇത് അഹമ്മദ് ബാക്കവി ഉസ്താദിനോട് മാത്രമുള്ള സഹകരണമല്ല. ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഇതുപോലെ ഈ നാട്ടുകാരോട് മാത്രമുള്ള സഹകരണമല്ല. വയൻസുറൂനല്ലാഹ വറസൂലഹു,
അള്ളാനെ സഹായിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയാണ്. അള്ളാഹ്ക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടായിട്ടാണോ? സുഹൃത്തുക്കളെ, നമ്മുടെ സഹായം അള്ളാഹ്ക്ക് ആവശ്യമുണ്ടായിട്ടാ? അള്ളാഹുവിന്റെ റസൂലിന് നമ്മുടെ സഹായം ആവശ്യമുണ്ടായിട്ടാ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. അതേ സമയത്ത് അള്ളാഹുവിന് നമ്മൾ സഹായിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിനെ സഹായിച്ചാൽ നമുക്കാണ് അതിന്റെ ഖൈറും അതിന്റെ പ്രതിഫലമൊക്കെ നമുക്ക് ഉണ്ടാവും. അതേ സമയത്ത് ഒരു മനുഷ്യന്റെ സഹായവും അള്ളാഹുവിന് ആവശ്യമില്ല. വല്ലാഹു ഗനിയ്യുൻ, അള്ളാഹു തആല സമ്പന്നനാണ് എന്ന് പറഞ്ഞാൽ ഒരാളെയും ആശ്രയിക്കാത്തവനാണ്, ഒരാളിലേക്കും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു തആല. അതേ സമയത്ത് അല്ലാഹുവിനെ സഹായിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ സന്തോഷം നമുക്ക് ലഭിക്കാനാണ്, അതിന്റെ ഖൈറ് നമുക്ക് ലഭിക്കാനാണ്. ആ രൂപത്തിൽ അള്ളാന്റെ ദീനീ പ്രവർത്തനങ്ങളോട് സഹകരിച്ച അതേ മുഹാജിറുകളായ സ്വഹാബത്തിനെ കുറിച്ച് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത് എന്താണ്? ആ സ്വഹാബത്തിൽ ആ നല്ല ഗുണമുണ്ടായപ്പോ ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് ശരിയായവർ കേട്ടോ, അവരാണ് നേരായവർ കേട്ടോ. ആ മുഹാജിറുകളായ സ്വഹാബത്ത് മക്കയിൽ നിന്നവർ മദീനയിൽ രണ്ടാം വിഭാഗമായ സ്വഹാബത്തിനെയും ഖുർആനിൽ അല്ലാഹു തആല അവരുടെ മഹത്വം പറയുകയാണ്. അതാരാണ്? മദീനയിലുള്ള അൻസാറുകളായ സ്വഹാബത്താണ്. സഹകരണം വളരെ വിഷയമാണ്. വതഅവനു അലൽ ബിർരി വത്തഖ്വാ, ഏത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും പരസ്പരം സഹകരിക്കണം. വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റുകൾ നടക്കുമ്പോൾ അതിനോട് നിങ്ങൾ കൂട്ടുനിൽക്കാൻ പാടില്ല, അതിനോട് നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല, നല്ലതിനോട് സഹകരിക്കണം. മക്കയിലെ സ്വഹാബത്ത് മുഹാജിറുകളായ സ്വഹാബത്ത് മദീനയിലേക്ക് പോയപ്പോ ആ മുഹാജിറുകളായ സ്വഹാബത്തിനോട് സഹകരിച്ചവരാണ് അൻസാറുകളായ സ്വഹാബത്ത്. ആ അൻസാറുകളായ സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, ഈ മുഹാജിറുകളായ സ്വഹാബത്ത് അവർ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മദീനയെ അഭയ കേന്ദ്രമായി സ്വീകരിച്ച ഒരു കൂട്ടം സ്വഹാബത്ത്, നേരത്തെ തന്നെ മദീനക്കാരായ സ്വഹാബത്ത്, അവരാണല്ലോ അൻസാറുകളായ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ പറഞ്ഞില്ലേ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ. ആ അൻസാറുകളായ സ്വഹാബത്തിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകളോട് ഇവർക്ക് മാനസികമായ വല്ലാത്ത അടുപ്പമുണ്ടായി. ഖൽബ് കൊണ്ട് ഇവർ വല്ലാതെ സ്നേഹിച്ചു പോയി. എന്നിട്ടോ അൻസാറുകളായ സ്വഹാബത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എപ്പോഴും അൻസാറുകളെ പോലെയാകാൻ നോക്കണം. അതുകൊണ്ടല്ലേ ആ അൻസാറുകളുടെ മഹത്വം പറഞ്ഞപ്പോൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചില്ലേ സുഹൃത്തുക്കളെ? അൻസാറുകളുടെ മഹത്വം പറഞ്ഞപ്പോ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ്? ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, ഈമാനിന്റെ അടയാളമാണ് അൻസാറുകളായ സ്വഹാബത്തിനെ സ്നേഹിക്കുക. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ, കാപട്യത്തിന്റെ അടയാളം ഏതാണ്? അൻസാറുകളായ സ്വഹാബത്തിനെ വെറുക്കലാണ്. ഈമാനിന്റെ അടയാളം ഏതാണ്? അത് ഹുബ്ബുൽ അൻസാരി, അൻസാറുകളായ സ്വഹാബത്തിനെ സ്നേഹിക്കലാണ്. ആ അൻസാറുകളായ സ്വഹാബത്തിന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ പറഞ്ഞില്ലേ, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തം
സ്വന്തം ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്നാലും അവർ തെരഞ്ഞെടുക്കുന്നതിനേക്കാളും അവർ മറ്റുള്ളവരെയാണ് ഇതിനെ തെരഞ്ഞെടുക്കുക. അങ്ങനെയാണ്. സ്വന്തം അവർക്ക് ആവശ്യമുള്ള ഒരു വിഷയമാണ്, ആവശ്യമുള്ള ഒരു വസ്തുവാണ്. പക്ഷേ അത് വേറൊരാൾക്കും കൂടി ആവശ്യമുണ്ടാകുമ്പോ ഞാനത് തൽക്കാലം വേണ്ടാന്ന് വെക്കുകയാണ്. എന്നെക്കാൾ ആവശ്യമുള്ള ആള് മറ്റേ ആളായതുകൊണ്ട് അയാളത് എടുത്തോട്ടെ. അതാണ് ഈ സ്വഭാവം അൻസാറുകൾക്കുള്ള. നമുക്ക് ഈ സ്വഭാവം ഉണ്ടാവോ? അതില്ലാന്ന് വരുത്താൻ ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഉണ്ടെന്ന് പറഞ്ഞാല് പിന്നെ അത് വരുത്തേണ്ട ആവശ്യമുള്ളൂ. ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സ്വഭാവം ഉണ്ടാവും. നമുക്കൊരാവശ്യമുള്ള ഒരു വസ്തു നമ്മുടെ മുന്നിലുണ്ട്. എന്നാലോ ഞാൻ തൽക്കാലം അത് വേണ്ടാന്ന് വെക്കാം. എന്താ കാരണം? എന്നെക്കാൾ ആവശ്യമുള്ള വേറെ അപ്പുറത്തുണ്ട്, അതുകൊണ്ട് അയാൾ എടുത്തോട്ടെ എന്ന് അറിഞ്ഞിട്ട് കല്യാണ വീട്ടില് കല്യാണത്തിന് പോയാൽ അവിടെയുള്ള ഒരു തിരക്കെന്താണ്? ചില മനുഷ്യന്മാരൊക്കെ കല്യാണ മണ്ഡപത്തിൽ നിക്കായിന് ചെന്നാല് ഈ ഭക്ഷണത്തിന് തുറന്നു കൊടുക്കുന്ന വാതിലില്ലേ, അതിന്റെ അവിടെ അപ്പുറത്ത് പോയി നിൽക്കുകയാണ്. നോക്കുമ്പോ വിചാരിക്കണം നിക്കായിന്റെ സൈസിൽ 1ാം സഫിൽ പോയി ഇരിക്കുകയായിരിക്കും. എന്റെ ആ മൂലയിൽ പോയിരിക്കാൻ കാരണം ആദ്യത്തെ കസേരയിൽ എന്റെ വാതിൽ തുറന്ന ഉടനെ ഓടാനാണ്. അഥവാ പിന്നീട് ചോറ് കിട്ടാതിരുന്നാലോ അതേ സമയത്തില് അവിടെ എന്താണ് ഉന്തും തല്ലും സുബ്ഹാന. പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളെ ഭാഗത്ത് നോക്കിയാൽ പുരുഷന്മാർ ആണുങ്ങളെ ഭാഗത്തുള്ളതിനേക്കാൾ ഉന്തും തല്ലും ഉമ്മമാരെ ഭാഗത്തുണ്ട്. എന്താണ് ഉന്തും തല്ലും? അതേ സമയത്ത് വേഗം പോണം, ഭക്ഷണം കഴിച്ചിട്ട് വേഗം എടുക്കുക പോകാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വേണേ. അതേ സമയത്ത് അഥവാ ഇറച്ചി കുറഞ്ഞു കിട്ടിയാലോ അവസാനം ചോറ് മാത്രം കിട്ടും. ചിലപ്പോ ഇറച്ചി കിട്ടാതായി പോയാലോ. അൻസാറുകളായ സ്വഹാബത്ത് അങ്ങനെയല്ല. ويؤثرون على أنفسهم ولو كان بهم خصاصة. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ ആ അൻസാറുകളായ സ്വഹാബത്തിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞപ്പോൾ ഒരു വസ്തു അവർക്ക് സ്വന്തം ആവശ്യമുള്ളതാണെങ്കിൽ പോലും അവരെക്കാൾ മറ്റുള്ളവർക്ക് അത് ആവശ്യമുള്ളതുകൊണ്ട് അവർ തൽക്കാലം അത് വേണ്ടാന്ന് വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അത് എടുക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, സുബ്ഹാന ജല്ല ജലാലുഹു മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. ലം യജ്തമിഅ ഫി ദുനിയാ ഖൗമുൻ ഖത്തു ഇല്ലാ വഫീഹിം അസ്ഖിയാഉ വബുഖലാഉ. ലോകത്ത് ഏത് സമൂഹം നിങ്ങൾ എടുത്തു നോക്കൂ, അതിൽ 2 തരം മനുഷ്യന്മാരാണുള്ളത്. ഒന്ന് നന്നായി സ്വതഖ ചെയ്യുന്ന ധർമ്മിഷ്ഠന്മാരാണ്, മറ്റൊന്നോ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട് കൊടുക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അവർ ബഖീലന്മാരാണ്, പിശുക്കന്മാരാണ്. എന്നാൽ മഹാന്മാര് പറയാണ് ഇല്ലാ ഫിൽ അൻസാരി, അൻസാറുകളായ സ്വഹാബാക്കളിൽ ഒഴികെ. എന്തേ കാരണം? ഫഇന്ന കുല്ലഹും മസ്ഖിയാ മാ ഫീഹിം മിൻ ബഖീൽ. അൻസാറുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവരിലെല്ലാവരും അതാ നല്ല കൊടുക്കുന്ന ആളുകളാണ് അൻസാറുകളിലുള്ളത്. കൂട്ടത്തിൽ ഒരാള് പോലും പിശുക്കനില്ല. അത് അൻസാറുകളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടല്ലേ ഉമ്മമാരെ നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, അൻസാറുകളിൽപ്പെട്ട ഒരാൾക്ക് വേറൊരാള് വന്നിട്ട് ഒരാട്ടിന്റെ തല കൊടുത്തു. അൻസാറുകളിൽപ്പെട്ട ഒരാൾക്ക് വേറൊരാള് വന്നിട്ട് ഒരാട്ടിന്റെ തല, ഒരാട്ടിന്റെ തല കൊടുത്തു. നമ്മളാണെങ്കിൽ എന്തേ ചെയ്യാ? നമ്മളെ പുറക്ക് നമ്മളെ വീട്ടിലേക്ക് ഒരാട്ടിന്റെ തല ഒരാൾ കൊടുത്തയച്ചാലോ? നല്ല ബേജൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഒരാട്ടിന്റെ തല കൊടുത്തയച്ചാൽ എന്താ ചെയ്യാ? നമുക്ക് അപ്പുറത്തെ വീട്ടുകാരൻ ഓർമ്മ വരുമോ? എന്ത് ഓർമ്മ വരാൻ? ഉള്ളത് പറയല്ലേ, എവിടെ ഓർമ്മ വരാന്? ഒന്നും ഓർമ്മ വരില്ല.
അപ്പുറത്തെ വീട്ടുകാരൻ പോട്ട്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് വേഗം കഴിച്ച് തീർക്കുകയാണ്. ഭാര്യ വന്നാ ഭാര്യക്കും കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു കാലല്ലേ ഇപ്പൊ. അതേ സമയത്ത് അൻസാറുകളിൽപ്പെട്ട ഒരാൾക്ക് വേറൊരാള് വന്നിട്ട് സുബ്ഹാനല്ലാഹ് ഒരാട്ടിന്റെ തലയങ്ങ് കൊടുത്തപ്പോ ഈ അൻസാറുകളിൽപ്പെട്ട ഈ സ്വഹാബിക്ക് നല്ല ആവശ്യമുള്ള സമയമാണ്, നല്ല വിശപ്പുണ്ട്. പക്ഷേ ഈ അൻസാറുകളിൽപ്പെട്ട ഈ സ്വഹാബി എന്താണ് ചെയ്തത്? ഈ അതാ തൊട്ടടുത്ത അയൽ വീട്ടുകാരനിലേക്ക് എത്തിച്ചു. എന്തേ? എനിക്ക് ഈ ആട്ടിന്റെ തല ആവശ്യമില്ലാഞ്ഞിട്ടല്ല, ഈ ആട്ടിന്റെ തല എനിക്ക് ആവശ്യമുണ്ട്. പക്ഷേ എന്നേക്കാൾ ആവശ്യം ചിലപ്പോൾ എന്റെ തൊട്ടടുത്ത വീട്ടുകാരനാകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, എന്റെ അയൽ വീട്ടുകാരൻ കഴിച്ചോട്ടെ. ആ അയൽ വീട്ടുകാരായ സ്വഹാബി വരിയരെന്ത് ചെയ്തു? എനിക്കിത് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, എന്നേക്കാൾ ആവശ്യം ചിലപ്പോ തൊട്ടടുത്ത വീട്ടിലുള്ള സ്വഹാബിക്കാടിരിക്കും. അവര് തൊട്ടടുത്ത വീട്ടുകാരനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചരിത്രത്തിൽ കാണാം. ഏഴ് വീടുകളിലാണ് ഈ ആട്ടിന്റെ തല കറങ്ങിപ്പോയത്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, അവിടുന്ന് പിന്നൊരു വീട്ടിലേക്ക്, അവിടുന്ന് വേറൊരു വീട്ടിലേക്ക്, ഇങ്ങനെ 7 വീടുകളിലേക്കാണ് ആട്ടിന്റെ തല എത്തിയത്. അവസാനം ഒന്നാമത്തെ സ്വഹാബിയുടെ വീട്ടിലേക്ക് തന്നെ ആട്ടിന്റെ തല തിരിച്ചെത്തി. ഓരോ വീട്ടുകാരും അൻസാറുകളിൽപ്പെട്ട സ്വഹാബികളല്ലേ. അവര് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരെ മനസ്സിലുള്ള ചിന്ത എന്താണ്? എനിക്കിത് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്നെക്കാളും ആവശ്യവും എന്നെക്കാള് വിശപ്പ് തൊട്ടടുത്ത വീട്ടുകാരനാകുമല്ലോ എന്ന് കരുതിയിട്ട് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ആ സ്വഭാവമുള്ളവർ അവർ അൻസാറുകളായ സ്വഹാബത്തിന്റെ സ്വഭാവം ഉള്ളവരാണ്. സുഹൃത്തുക്കളെ, ഇത് ചെറിയ വിഷയമല്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതാണ് സഹകരണം. സഹകരണം വളരെ ആവശ്യമാണ്. സഹകരണം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇപ്പൊ നല്ല ചൂടുള്ള സമയല്ലേ. ഞാൻ ഇന്നലെയോ ബജ്പെക്കടുത്ത് പേര എന്ന സ്ഥലത്ത് നക്കണിക്ക് ബ്യാരി ഭാഷയിൽ അത് പറഞ്ഞപ്പോ അവിടെയും ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ഞാൻ പറയാണ്. ഇപ്പൊ നല്ല ചൂടുള്ള സമയം, നല്ല ചൂടുള്ള സമയമാണ്. പരസ്പരം കൈകൊടുത്ത് സലാമൊക്കെ പറഞ്ഞ് അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം എന്നൊക്കെ മറുപടി കൊടുത്താ പിന്നെ പഴയ കാലത്തൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സുഖന്നെയാ റായത്തല്ലേ? അതെ റായത്തന്നെ. ഇപ്പൊ അങ്ങനൊന്നുമില്ല. കൈ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം. എന്ത് ചൂടല്ലേ, സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. കണ്ട ഉടനെ രണ്ടാമത്തെ സലാം പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സംസാരം തന്നെ ചൂട് സഹിക്കാൻ കഴിയണില്ല. അല്ലാഹ്, ഇപ്രാവശ്യത്തെ റമളാനൊക്കെ എങ്ങനെയായിരിക്കും റബ്ബേ? പിന്നെ ചർച്ച തുടങ്ങി, റമളാൻ എങ്ങനെയായിരിക്കും? അല്ലാഹു ഞങ്ങളെ റമളാനിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്നതാക്കി തരട്ടെ. എന്നാൽ ചോദിക്കട്ടെ ഉമ്മമാരെ, നമുക്ക് പരസ്പരം ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങാനും ചോദിച്ച് അറിയാനും അല്ലാഹു തആല നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. പക്ഷേ ജീവിക്കുന്ന നമുക്കിടയിൽ ജീവിക്കുന്ന മൃഗങ്ങളില്ലേ, പക്ഷികളില്ലേ, ആ പക്ഷികൾക്കൊരു ദാഹമുണ്ടായാൽ ചോദിച്ച് വാങ്ങാൻ കഴിയുമോ?
ഏത് വീട്ടിന്റെ തൊട്ടടുത്താണ്, ഏത് വീട്ടിന്റെ പരിസരത്താണ് ഒരു ഉയർന്ന സ്ഥലത്ത് അതാ ഒരു പാത്രത്തിൽ വെള്ളത്തിന്റെ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷി ദാഹിച്ച് വലയുമ്പോൾ എന്റെ വീട്ടിന്റെ മുറ്റത്ത് പക്ഷി വരുമ്പോ ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളം, പക്ഷി വന്ന് വെള്ളം കുടിച്ചോട്ടെ, മൃഗങ്ങൾ വന്ന് വെള്ളം കുടിച്ചോട്ടെ, പച്ചപ്പിടിച്ച് നിൽക്കുന്ന അതേ സസ്യങ്ങൾ പോലും ശക്തമായ ചൂട് കാരണം അതേ വാടിപ്പോയല്ലോ, വെയിലത്ത് വാടിപ്പോയല്ലോ. ഞാൻ കാരണമായി ഒരു പക്ഷിയുടെ ദാഹം ഒന്ന് മാറ്റിക്കൂടെ, ഒരു മൃഗത്തിന്റെ ദാഹം ഒന്ന് മാറ്റിക്കൂടെ? ഇത് ചിന്തിക്കുന്ന എത്ര ഉമ്മമാരെന്റെ സദസ്സിലുണ്ട്, എത്ര പുരുഷന്മാരെന്റെ സദസ്സിലുണ്ട്. നായയുടെ ദാഹം മാറ്റിക്കൊടുത്തത് കാരണം കൊണ്ട് വ്യഭിചാരിയായ മനുഷ്യന് അല്ലാഹു തആല പാപം പുറത്തു കൊടുത്തു സ്വർഗത്തിൽ കടത്തില്ലേ? പാപം അല്ലാഹു തആല പുറത്തു കൊടുത്തില്ലേ? ആള് വ്യഭിചാരിയായ മനുഷ്യനാണിരുന്നു, പക്ഷേ ഒരു നായ, ഐനുൻ നജസായ ഒരു നായ, ആ നായയുടെ അതാ ദാഹം അങ്ങ് മാറ്റിക്കൊടുത്തതാണ്. ആ ദാഹം മാറ്റിക്കൊടുത്തത് കാരണം കൊണ്ട് അതാ ആ മനുഷ്യന്റെ വ്യഭിചാരം അല്ലാഹു തആല പുറത്തു കൊടുത്തില്ലേ? പിന്നീട് സ്വർഗാവകാശിയായില്ലേ? ഇത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അൻസാറുകളായ സ്വഹാബത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആ ഒരു പ്രത്യേകമായ സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ടല്ലേ ഹുദൈഫ റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയുകയാണ്, ഞാൻ ഒരിക്കൽ യർമൂക്ക് യുദ്ധം നടന്ന ദിവസമാണ്. അന്ന് ഞാൻ യർമൂക്ക് യുദ്ധഭൂമിയിലേക്ക് ഞാൻ ഇങ്ങനെ ചെല്ലുന്നു. ആ യുദ്ധഭൂമിയിൽ എന്റെ പിതൃ സഹോദരന്റെ മകനെ കാണാൻ ചെന്നതാണ്. അതുലുബു ഇബ്ന അമ്മില്ലി, എന്റെ പിതൃ സഹോദരൻ, ബാപ്പാന്റെ സഹോദരൻ. ആ സഹോദരന്റെ മകൻ യർമൂക്കിന്റെ യുദ്ധഭൂമിയിലുണ്ട്. ആ സഹോദരന്റെ പിതാവിന്റെ സഹോദരന്റെ മകനെ കാണാൻ ചെന്നതാണ്. എന്നോടൊപ്പം ഒരൽപ്പം വെള്ളമുണ്ട്, കയ്യിൽ ഒരൽപ്പം വെള്ളം കരുതിയിട്ടാണ് ഞാൻ പോകുന്നത്. എന്താണ് എന്റെ ലക്ഷ്യം? ഈ എന്റെ ബാപ്പാന്റെ സഹോദരന്റെ മകനിൽ ഒരൽപ്പം റൂഹ് ബാക്കിയുണ്ടെങ്കില്, ജീവൻ ബാക്കിയുണ്ടെങ്കില് അതാ ഞാനൊന്ന് വെള്ളം കുടിപ്പിച്ചോട്ടെ, ദാഹം മാറ്റിക്കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോകുന്നത്. പോയി നോക്കുമ്പോ ഒരൽപ്പം ജീവൻ ബാക്കിയുണ്ട്. എന്റെ ബാപ്പാന്റെ സഹോദരന്റെ മകൻ മരണത്തോട് മല്ലടിക്കുന്നു. മോമിനീങ്ങളെ, ഏത് നമ്മുടെ അമലാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നത് പറയാൻ കഴിയില്ല. നമ്മുടെ ഏത് ചെയ്തിയാണ് നരകത്തിലെത്തിക്കുന്നത് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മുടെ നിസ്കാരമാണിരിക്കില്ല, പ്രതീക്ഷ വെച്ച് നടക്കുന്ന നിസ്കാരമാണിരിക്കില്ല. ചിലപ്പോൾ സ്വർഗത്തിൽ കടക്കാൻ കാരണോ ചിലപ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അമലാടിരിക്കും. അതുകൊണ്ടല്ലേ ഹുദൈഫ റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, പോയി നോക്കുമ്പോ എന്റെ പിതൃ സഹോദരന്റെ മകനോ മരണത്തോട് മല്ലടിക്കുന്നു. ഒരൽപ്പം മാത്രം ജീവൻ ബാക്കിയുള്ളൂ. പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാനിതാ വെള്ളം കൊണ്ടുവന്നു, വെള്ളം ആവശ്യമുണ്ടോ? വെള്ളം കുടിച്ചുകൂടെ? അതെ, അപ്പ തല കൊണ്ട് ആംഗ്യം കാണിച്ചു, അതെ എനിക്ക് വെള്ളം വേണോ, വെള്ളം വേണമെന്ന് ആംഗ്യം കാണിച്ചു. ഞാനതാ വെള്ളം കുടിപ്പിക്കാൻ ചെന്നപ്പോ തൊട്ട്
തൊട്ടടുത്ത് വേറെ ഒരു സ്വഹാബിയതാ മരണത്തോട് മല്ലടിക്കുന്നുണ്ട്. ആ സ്വഹാബി അവിടുന്ന് ഒച്ച വെക്കുകയാണ്. ഈ ഒച്ചയങ്ങ് കേട്ടപ്പോ എന്റെ ബാപ്പാന്റെ സഹോദരന്റെ മകൻ എന്നോട് ആംഗ്യം കാണിച്ചിട്ട് പറയാണ്, എനിക്ക് വേണ്ട, ചിലപ്പോ എന്നേക്കാൾ മരണത്തോട് മല്ലടിക്കുന്ന, എന്റെ തൊട്ടടുത്ത് കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന എന്റെ കൂട്ടുകാരനായ സ്വഹാബിക്കാണിരിക്കും വെള്ളം ആവശ്യമുള്ളത്, അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തോ. നോക്കുമ്പോൾ ഹിശാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് തൊട്ടടുത്ത് ശബ്ദിക്കുന്നത്. ഞാനതാ വെള്ളം കൊണ്ടുപോയി ഹിശാം ഇബ്നുൽ ആസ് അപ്പുറത്ത് വേറൊരു സ്വഹാബിയുടെ ഒച്ച കേൾക്കുകയാണ്. ആ സ്വഹാബിയും ഇതുപോലെ ദാഹിച്ച് വലയുന്നു. അപ്പോഴാണ് ഹിശാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, എനിക്ക് വെള്ളം ആവശ്യമില്ലാഞ്ഞിട്ടല്ല, വെള്ളം ആവശ്യമുണ്ട്. പക്ഷേ എന്നെക്കാൾ ചിലപ്പോൾ വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്വഹാബിക്കാടിരിക്കും, അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനതാ വെള്ളം കൊണ്ടുപോയി അപ്പുറത്ത് മരണത്തോട് മല്ലടിക്കുന്ന സ്വഹാബിക്ക് കുടിക്കാൻ കൊടുക്കുമ്പോ ഫഇദാ ഹുവ ഖദ് മാത, ആ സ്വഹാബി ലോകത്തോട് വിട പറഞ്ഞുപോയി. ആ സ്വഹാബി വഫാത്തായി പോയി. ഞാനതാ എന്തു ചെയ്തു, നേരെ തൊട്ടിപ്പുറത്തുള്ള, നേരത്തെ വേണ്ട അപ്പുറത്ത് കൊടുക്കൂന്ന് പറഞ്ഞ ഹിശാം ഇബ്നുൽ ആസ് തങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോയി. നോക്കുമ്പോ ഫഇദാ ഹുവ ഖദ് മാത, ഹിശാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായി പോയി. പിന്നീട് ഞാൻ വീണ്ടും ആദ്യം വെള്ളം കൊണ്ടുപോയ എന്റെ പിതൃ സഹോദരന്റെ മകനില്ലയോ, അവരിലേക്ക് ഞാനങ്ങ് മടങ്ങിപ്പോയി. നോക്കുമ്പോ ഫഇദാ ഹുവ ഖദ് മാത, അവരും അതാ വഫാത്തായി കിടക്കുകയാണ്. 3 പേരും വഫാത്തായി പോയി. അവർക്ക് വെള്ളം ആവശ്യമില്ലാഞ്ഞിട്ടല്ല, ആവശ്യമുള്ള സമയത്ത് വെള്ളമുണ്ടായിട്ട് പോലും ഒരൽപ്പം പോലും ഈ ഹുദൈഫ തങ്ങളെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിയിട്ട് ദാഹം മാറ്റാതെ അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞുപോയി. എന്തേ കാരണമെന്നറിയുമോ? തോക്കയിൽ മൻഹജിന്റെ മുറ്റത്തിരുന്ന് വാദ കേൾക്കുന്ന കാരണവന്മാര്, വാദ കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാര്, ഉമ്മമാര്, എന്റെ അനുജത്തിമാര്, ഏട്ടത്തിമാര്, എന്തേ ദാഹിച്ച് വലയുന്ന സമയത്ത് പോലും ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ ഈ 3 സ്വഹാബത്ത് ലോകത്തോട് വിട പറഞ്ഞത് കുടിപ്പിക്കാൻ ഇല്ലാഞ്ഞിട്ടാണോ? കുടിക്കാൻ വെള്ളമില്ലാഞ്ഞിട്ടാണോ? അല്ലേ അല്ല, 3 ശക്തമായ ദാഹമുണ്ട്. പക്ഷേ എന്നേക്കാൾ ദാഹം അപ്പുറത്തുള്ള ആൾക്കാണെങ്കിലോ എന്ന വിശാലമായ ചിന്തയില്ലേ, ആ ചിന്തയാണ് വെള്ളം കുടിക്കാതെ, ഇവര് കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാതെ വഫാത്താകാൻ പ്രേരിപ്പിച്ചത് കേട്ടോ. മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ഖനാഅത്താണ്. ഖനാഅത്ത് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അത് വലിയ വിഷയമാണ്, ഭയങ്കര വിഷയം. അതുകൊണ്ടല്ലേ മൻ അറാദൽ ഗിന, ഒരാൾക്ക് മുതലാളിയാകണമെന്ന് ആഗ്രഹം ഉണ്ടാ? മുതലാളിയാവണം ആഗ്രഹം ഉണ്ടാ? കയ്യിൽ കുറച്ച് പണം വേണമെന്ന് ആഗ്രഹമുള്ളവരാരുമില്ലേ? ആർക്കും വേണ്ടല്ലേ? മനസ്സിന്റെ ഉള്ളിലുണ്ട് വേണോന്ന്, മനസ്സമാധാനം വേണമെന്ന് ആഗ്രഹമില്ലേ?
ഒരാളെയും ആശ്രയിക്കാതെ ഞാൻ ജീവിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. സ്ഥാപനത്തിനെല്ലാം കൊടുക്കണം, അത് നമ്മൾ വാങ്ങും, സ്ഥാപനത്തിന് വാങ്ങും, ദർസിന് വാങ്ങും, മൻഹജിന് വേണ്ടി വാങ്ങും, മൻഹജിന്റെ ബിൽഡിങ്ങിന് വേണ്ടി ചോദിക്കും. അതൊന്നുമല്ല, അതൊക്കെ ദീനാണ്. അത് ഞങ്ങൾക്കൊക്കെ ഒരുപോലെ കടപ്പാടാണ്. ഏത് ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപോലെ കടപ്പാടാണ്. ഏത് ദീനെ സഹായിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപോലെ കടപ്പാടാണ്. ഉള്ളവരെ തോതനുസരിച്ച് സഹായിക്കണമെന്നാണ്. അതേ സമയത്ത് ഇതങ്ങനല്ല. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് മറ്റൊരാളെയും ആശ്രയിക്കാതെ ജീവിക്കണം. അതിനാഗ്രഹമുള്ളവർ കൈപൊക്കോട്ടെ. എത്തങ്ങളെ കഥ, നിങ്ങളെ കഥ എന്തെന്ന് ഞാൻ ചോദിക്കണേ. ഒരാളെയും ആശ്രയിക്കാതെ നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നടന്ന് ജീവിക്കണം. അതിനാഗ്രഹമുള്ളവർ കൈപൊക്കുന്നു. ഇനിയിപ്പോ നക്കണിക്കൽ പറയണമെന്ന് അതാ, ഇത് വലിയ ഇസ്സത്താണ്. ഈ ഇസ്സത്ത് വരെ എവിടെ പോയാലും കിട്ടൂല, എവിടെ പോയാലും കിട്ടൂല. മോളെ കല്യാണം ഉണ്ട്. അപ്പൊ കല്യാണം ഉണ്ടായപ്പോ പലയിടത്തേക്കും പോയിട്ട് പിരിവിന് പോവാണ്. അത് ഇസ്സത്താ? ഇസ്സത്തൊന്നുമല്ല. അതേസമയത്ത് ചില ആളുകൾ പോകൽ നിർബന്ധിതരാകും. പാവം, അള്ളാഹു നമുക്കൊന്നും നമുക്കൊന്നും അതിനുള്ളൊരു അവസരം അള്ളാഹു തരാതിരിക്കട്ടെ. നമ്മുടെ പെൺമക്കളെ നമ്മുടെ കൈകൊണ്ട് തന്നെ കെട്ടിച്ചയക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ, ഒരാളെ ആശ്രയിക്കാതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഫൽ ഖനാഅതു യക്ഫി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ആ സ്വഭാവം എപ്പോഴും വേണം. പലർക്കും അതില്ലാതെയായി പോയതാണ്. ഇവിടെ കടങ്ങൾ വ്യാപിക്കാൻ കാരണം, കടങ്ങൾ അധികരിക്കാൻ കാരണം എന്തേ കാരണമെന്നറിയോ? ഈ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നു. പോയപ്പോ ഒരു അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ്, നല്ല വലിപ്പമുള്ള വീടാണ്. അപ്പൊ ഇവ പോയ ഉടനെ സുബ്ഹാനല്ലാഹ്, ഈ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ വീട് പണി പൂർത്തിയാകാൻ ഒരു 2 കൊല്ലം വേണ്ടി വന്നു. എന്നിട്ട് ഇയാള് പറയാണ്, അതിന് കാരണം എന്താണെന്നറിയോ ഉസ്താദേ? ഞാൻ ഈ വീട് പണി പൂർത്തിയാക്കാൻ ഒരൽപ്പം പോലും ലോൺ എടുത്തിട്ടില്ല, പലിശ എടുത്തിട്ടില്ല, ലോൺ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉള്ളത് അനുസരിച്ച് ചെലവഴിച്ചിട്ട് വീടുണ്ടാക്കിയതാണ്. കേട്ടപ്പോ വലിയ സന്തോഷം തോന്നിപ്പോയി. സുഹൃത്തുക്കളെ, ഈ കടങ്ങൾ വർദ്ധിക്കാൻ കാരണം എന്താണ്? കടങ്ങൾ കൂടാൻ കാരണം എന്താണ്? എല്ലാരും വന്നിട്ട് വരാ വിചാരിക്കണോ എന്താണ്? കടമൊന്ന് വീട് കിട്ടണം, മരിക്കണ മുമ്പായി കടം വീടണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. പക്ഷേ നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ ചിന്തിക്കണമല്ലോ, എന്തുകൊണ്ടാണ് കടമായിട്ടുള്ളത്? ഒരു ബാപ്പക്ക് ചിലപ്പോൾ 5-6 പെൺകുട്ടികളാണെന്ന് കരുതാം, ആൺമക്കള് വേറെ ആരുമില്ല. ആ ബാപ്പ ഈ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോ ചിലപ്പോ പലരിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിന് കടം വാങ്ങാമല്ലോ, അത് ഇസ്സത്തിന് എതിരല്ലല്ലോ. ഇങ്ങനെ സൗജന്യമായി കൈനീട്ടുന്നതല്ലേ ഇസ്സത്തിന് എതിര്. അതേ സമയത്ത് ഇതങ്ങനെയല്ല, അത്യാവശ്യത്തിന് കടം വാങ്ങുന്നതിന് വിരോധമില്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, വീടിനല്ല, പെൺകുട്ടികളെ കെട്ടിക്കാനല്ല. സുബ്ഹാനല്ലാഹ്, ഒരു കാര്യവും ഇയാള് ചെയ്തിട്ടില്ല. പിന്നെന്തിനാണ് ഇയാൾക്ക് ഇത്രയും കടമുണ്ടായത്? വെറുതെ അടിച്ച് പൊളിച്ച് നടന്നതാണ്. അടിച്ച് പൊളിച്ച് നടന്നപ്പോ അതാ കടമുണ്ടാക്കി വെച്ചതാണ്. ഓ സുഹൃത്തുക്കളെ, മനസ്സമാധാനം വേണോ? ഫൽ ഖനാഅതു യക്ഫി. ഓ എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരെ, വേല കേൾക്കുന്ന സഹോദരിമാരെ, ഞാൻ എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയാണ്, ഒരിക്കലും നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ തലവേദനയാകാൻ പാടില്ല. ആവശ്യമുള്ളതും ഇല്ലാത്തതും പലതും ഇങ്ങനെ ഭർത്താക്കന്മാരോട് നിർബന്ധിപ്പിക്കുകയാണ്. പാടില്ലേ ഉമ്മമാരെ? നിങ്ങൾക്ക് ഇസ്സത്തുള്ള ഒരു ജീവിതമാണ് മരണം വരെ വേണ്ടത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോ.
അതുകൊണ്ടല്ലേ ഇസ്മായിലുൽ ഇക്കിൽ ബറൂസബി തങ്ങള് ഈ അൻസാറുകളായ സ്വഹാബത്തിന്റെ ഖനാഅത്ത് പറഞ്ഞിട്ട് അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് പറഞ്ഞിട്ട് മഹാനവരുകൾ പറയാണ് കാന ഖനാഅത്തു സലഫി ഔഫർ, മുൻഗാമികൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു നടന്നല്ലോ, അത് വല്ലാത്ത സംഭവമാണ്. വനുഫൂസുഹും അഖ്നഉ, അവരുടെ ശരീരങ്ങളോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടല്ലോ. ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചപ്പോ വബറകതുഹും അക്സറു, അവരുടെ ബറക്കത്ത് വല്ലാതെ കൂടിപ്പോയി. വല്ലാത്ത ബറക്കത്താണ് അവർക്കുണ്ടായത്. ജീവിതത്തിൽ ബറക്കത്ത് വേണോ? ജീവിതത്തിൽ ബറക്കത്ത് വേണം. എല്ലാത്തിലും ബർക്കത്ത് വേണോ? ഇന്നിപ്പോ ഉള്ളതും കണ്ണിന്റെ മുന്നിൽ കാണാതെ പോണ കാരണം തരുമോ? എല്ലാത്തിലും ബർക്കത്ത് വേണോന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു സ്വഹാബി പറഞ്ഞു, നബിയെ ഫീമാബഅദൽ മൗത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു. മരിച്ച ശേഷം ബർക്കത്ത് ഉണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മരിച്ച ശേഷം മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ജീവിതകാലത്തും ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം. ബർക്കത്തിന്റെ വലിയ സംഗതിയാണ്. ചില മനുഷ്യന്മാരെ കാണുമ്പോൾ നമ്മൾ പറയല്ലേ, ഓന്റെ അടുത്ത് കുറെ ഉണ്ട്, കയ്യും കണക്കില്ലാത്ത, പക്ഷെ ബർക്കത്തില്ല, എന്താന്നറിയില്ല. അതന്നെ ഇപ്പൊ പൊക്കിയല്ലേ, അങ്ങനെ ഉണ്ടല്ലോ. ഓരോരുത്തർ കൊള്ളണ ഉദാഹരണം പറയുമ്പോ മനസ്സിലാവും. അപ്പൊ ഇപ്പൊ മനസ്സിലായി. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ പറയും, എന്താ പറഞ്ഞറിയോ, കുറെ ഒന്നും വരുമാനമൊന്നും ഓൻക്കില്ല, ഓൻക്ക് ചെറിയൊരു ജോലിയുള്ളൂ, അതേ സമയത്ത് ചെറിയൊരു ശമ്പളമുള്ളൂ, പക്ഷെ നല്ല ബറക്കത്താ, അവർക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു മണ്ട വെച്ചവും ഇല്ല, ഒരു തലബിസിയും ഇല്ല, നല്ലൊരു ബറക്കത്താ. ഓന്റെ ഒരു ജീവിതം നല്ലൊരു ജീവിത. അത്യാവശ്യം ഒരു വീട്, അത്യാവശ്യമുള്ളൊരു വാഹനം, അങ്ങനെയുണ്ട്. ഒരാളെ മുന്നിൽ ഓൻ കൈനീട്ടി ഇങ്ങനെ എന്നും വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാല് പുറത്ത് മൊസല് വെച്ചിട്ടുണ്ടെങ്കിൽ ഓനൊരു 100 രൂപയെങ്കിലും ഇടാതെ പോവാറില്ല. അതേ സമയത്ത് മറ്റാളെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, അയാൾ 10 രൂപയാണ്, 100 അല്ല 10. അയാളെ ജീവിതത്തിൽ എന്തോന്നറിയില്ല, ബറക്കത്ത് കുറവ്. ഇച്ചങ്ങായിന്റെ ജീവിതത്തിൽ ഉള്ളത് കുറച്ചാണെങ്കിലും നല്ല ബറക്കത്താണ്. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാ ബറക്കത്ത് എന്നറിയോ? അത് വേറൊന്നുമല്ല, അതാ ഇവിടെ പറഞ്ഞ മഹാന്മാർ പറഞ്ഞതാണ്. അതൊക്കെ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല്, അതിന്റെ കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാലോ വബറക്കത്തുഹും അക്സർ, അവർക്ക് നല്ല ബറക്കത്തുണ്ടാവും. എന്താ അങ്ങനെ എന്തോ ഒരു ഉദാഹരണം പറയാമല്ലോ. എന്താണ് എത്ര കാൽ നീട്ടണം പറഞ്ഞേ, എത്ര കാൽ, അത്രമാത്രം കാൽ നീട്ടിയാൽ മതി. നിങ്ങൾക്കറിയാം, അതിന്റെ അപ്പുറം കാൽ നീട്ടണ്ട. എന്താ എത്ര ഒന്ന് പറയാ, ഇത്ര മാത്രം കാൽ നീട്ടിയാൽ മതി, എന്റെ അപ്പുറം നീട്ടണ്ടെന്നറിയില്ലേ? എന്ത് അതിന്റെ പായന്റെ എത്ര ഉണ്ട് അത്രമാത്രം കാൽ നീട്ടിയാൽ മതി, എന്റെ അപ്പുറം നീട്ടാനൊന്നും പോണ്ട. ഇതുപോലെ ഉള്ളത് എത്ര, അതനുസരിച്ച് ചെലവഴിച്ചാൽ മതി. അപ്പൊ ഉള്ളത് തൃപ്തിപ്പെടുക, മനസ്സിലായില്ലേ? ആ ഉള്ളത് തൃപ്തിപ്പെട്ടാൽ ജീവിതത്തിൽ നല്ല ബറക്കത്തുണ്ടാകും. ബറക്കത്തിനൊരു കുറവുണ്ടാവൂല. ഉമ്മമാരെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. മുൻഗാമികളായ മഹാന്മാർ അവരങ്ങനെയാണ്. അതുകൊണ്ടല്ലേ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ബൽഖ് എന്ന നാട്ടിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു. ബൽഖ് രാജ്യക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ എന്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, മാ ഹദ്ദു സുഹ്ദി ഇൻദകും, നിങ്ങളുടെ അരികിൽ ഈ പരിത്യാഗത്തിന്റെ പരിധി എത്രയാണ്? സുഹ്ദ് എന്നതിന്റെ അതേ പരിധി എത്രയാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വലിയ വില കൽപ്പിക്കാതിരിക്കുക, അതിന്റെ കണക്കെത്രയാണ്? അപ്പൊ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇദാ വജദ്നാ അകൽനാ വ ഇദാ ഫഖദ്നാ സബർനാ,
ഞങ്ങളാരെങ്കിലും സുഹുദ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? കിട്ടിയാല് തിന്നു, കിട്ടിയില്ലേ ക്ഷമിക്കൂ. എന്താണ്? കിട്ടിയാല് തിന്നു, കിട്ടിയില്ലേ സബർ കൊടുക്കും. വേറെ എന്ത് ചെയ്യാനാ? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഈ വിഷയം പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഹാദാ ഫഅലു കിലാബി ബൽഖ്, ഇത് ബൽഖ് എന്ന നാട്ടിലെ നായ്ക്കളുടെ സ്വഭാവം ഇതന്നെയല്ലേ? ഞങ്ങളെ നാടായ ബൽഖ് എന്ന രാജ്യം, ആ രാജ്യത്തുള്ള നായ്ക്കളുടെ സ്വഭാവമാണ്. അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞത്, ആ നായ്ക്കളും അങ്ങനെയല്ലേ? കിട്ടിയാലോ തിന്നു, കിട്ടിയില്ലെങ്കിൽ പാവങ്ങളെ പോലെ എങ്ങനെ നടക്കൂ? അതല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ടോ ഈ ബൽഖ് നാട്ടിലെ ഈ ചെറുപ്പക്കാരൻ പറയാണ്, അതേ സമയത്ത് ഞങ്ങൾ അങ്ങനെയല്ല. ഇദാ ഫഖദ്നാ ശകർനാ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് കണ്ടാൽ കിട്ടിയില്ലെങ്കിലും ശുക്രിനൊരു കുറവ് വരുത്തൂല. ഒന്നും കിട്ടിയില്ല എന്ന് കരുതാം, നമുക്ക് തിന്നാനൊന്നും കിട്ടിയില്ല, അടിച്ചു പൊളിക്കാനൊന്നും കിട്ടിയില്ല, എന്നാലും ഞങ്ങൾ ശുക്ർ ചെയ്യും. വഇദാ വജദ്നാ, കിട്ടിയാലോ കിട്ടിയതങ്ങ് മുതലാക്കുകയല്ല, മറിച്ച് ആസർനാ, ഞങ്ങളെക്കാൾ ആവശ്യമുള്ളവരാരുണ്ടെന്ന് ഞങ്ങൾ നോക്കൂ. എന്നിട്ട് ഞങ്ങളെക്കാൾ ആവശ്യമുള്ളവരുണ്ടോ അവരെ ഞങ്ങൾ സെലക്ട് ചെയ്യും, തെരഞ്ഞെടുക്കും. ആ ചെറുപ്പക്കാരനെ കുറിച്ച് അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ എന്താ പറഞ്ഞത്? ഗലബനി, ആ ചെറുപ്പക്കാരൻ ഈ ചോദ്യം ചോദിച്ചിട്ട് ഈ മറുപടി നൽകിയിട്ട് എന്നെ പരാജയപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ എന്റെ മുന്നിൽ വിജയിച്ചു പോയി. സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം അല്ലാഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ച സ്വർഗമില്ലേ, നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള സ്വർഗം, ആ സ്വർഗത്തിലെത്തണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ സ്വർഗത്തിലെത്തണമോ? ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ലുബ്ധതയെ നിങ്ങൾ സൂക്ഷിക്കണം, പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം, ഉള്ളതനുസരിച്ച് നിങ്ങൾ നല്ലതിന് കൊടുത്ത് സഹായിക്കണം. അതേ സമയത്ത് ഉള്ളതനുസരിച്ച് കൊടുക്കാൻ കഴിയുന്നില്ലേ എന്നാൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആദരണീയരായ നമ്മുടെ യാസീൻ തങ്ങൾ നമ്മുടെ വേദിയിൽ വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ എന്റെ വാദം ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ ദുആയും ആത്മീയ സദസ്സൊക്കെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു തന്നത് മനുഷ്യന്റെ സ്വഭാവം മനുഷ്യന്റെ സ്വഭാവം എന്താ? കൊടുക്കാനാ തോന്നാ, കൊടുക്കാതിരിക്കാനാ തോന്നാ. ഒന്ന് പറയാം, ഒരു ഉദാഹരണം പറയാം. കൂടുതലും അല്ല, ഉള്ളത് പറയിപ്പ, അതന്നെ അതതിന്റെ മറുപടി സത്യാണ്. അതാണ് തന്നെ. കൊടുക്കുന്നവനാണെങ്കിൽ പോലും അവന്റെ മനസ്സിൽ ആദ്യം തോന്നാ കൊടുക്കണ്ടെന്നാണ്. പിന്നെ ഓൻ അതിനെ തോൽപ്പിച്ചിട്ട് കൊടുക്കുകയാണ്. അതിന്റെ അങ്ങനെ സ്വഭാവം വരാൻ കാരണം അറിയോ? മഹാന്മാർ പറഞ്ഞു ആ സ്വഭാവം മനുഷ്യന് വരാൻ കാരണം എന്തേ കാരണം മനുഷ്യനെ അല്ലാഹു തആല പഠിച്ചത് ഏതെന്നാണ്? മണ്ണെന്നല്ലേ അല്ലേ? ഈ മണ്ണിനൊരു സ്വഭാവം ഉണ്ട്. മനുഷ്യന്റെ മണ്ണിന്റെ സ്വഭാവമാണത് മനുഷ്യനിൽ കാണുന്നത്. എന്താ മനുഷ്യൻ അങ്ങനെ ഒരു സ്വഭാവം വരാൻ കാരണം? കൊടുക്കണ്ടാന്ന് തോന്നാൻ കാരണം എന്താ? പിന്നെ തോന്നിയാലും ചിലപ്പോ ഓൻ അതിനെ തോൽപ്പിച്ചിട്ട് കൊടുക്കും, അത് വിഷയം വേറെ. അങ്ങനെ തോന്നാൻ കാരണം എന്താ? മണ്ണെന്നാ ഓനെ പടച്ചത്. മണ്ണിനൊരു സ്വഭാവം ഉണ്ട്. എന്താ മണ്ണിന്റെ സ്വഭാവം? മണ്ണിന്റെ സ്വഭാവം എന്താ പറയും? പിടിച്ചു വെക്കല അല്ലേ?
മണ്ണിന്റെ സ്വഭാവം എന്താണ്? പിടിച്ചു വെക്കലാണ്, കബുന്ന് ചെയ്യില്ല. അങ്ങനെ ഒരു വെള്ളം ഒഴിച്ചു നോക്ക്, വെള്ളം ഒന്ന് ഒഴിച്ചു നോക്ക്, അതിങ്ങനെ പിടിച്ചെടുക്കും. വെള്ളം ഇങ്ങനെ കുടിച്ചെടുക്കൂലേ? അത് മണ്ണിന്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഈ പിടിച്ചു വെക്കാന്ന് പറഞ്ഞ മണ്ണിന്റെ സ്വഭാവമായതുകൊണ്ട് ആ മണ്ണെന്നാണ് അല്ലാഹു തആല മനുഷ്യനെ പഠിച്ചത്. അപ്പൊ പിന്നെ മനുഷ്യന് ആ സ്വഭാവം ഉണ്ടാവും. പക്ഷെ ആ സ്വഭാവത്തെ അതിജയിപ്പിച്ചിട്ടാണ് മനുഷ്യൻ കൊടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ലുബ്ധത, പല വിഷയത്തിലും ലുബ്ധതയുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഹശ്റിലെ വമയ്യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന ആയത്തിന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരെ വ്യാഖ്യാനം എഴുതി വെച്ചപ്പോ പല വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. അതിൽ ലുബ്ധത എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ലുബ്ധതയുണ്ട്. കൊടുക്കുന്ന വിഷയത്തിൽ ലുബ്ധത, പിശുക്കുണ്ട്. അള്ളാനെ അനുസരിക്കുന്ന വിഷയത്തിലും പിശുക്കുണ്ട്. അതുകൊണ്ടാണ് റബ്ബിനെ അനുസരിക്കാതിരിക്കുക എന്നതും വമയ്യൂഖ ശുഹ നഫ്സിഹി എന്ന പരിധിയിൽ വരുന്നു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ലുബ്ധതയെ സൂക്ഷിച്ചാൽ, പിശുക്ക് തരത്തെ സൂക്ഷിച്ച് പിശുക്ക് കാണിക്കാതെ റബ്ബിന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ നോക്കിയാൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അവർ തന്നെ വിജയികൾ, അല്ലാത്തവരല്ല. മോമിനീങ്ങളെ, റമളാൻ വരികയല്ലേ, വിളിച്ചാൽ കേൾക്കുന്നിടത്താണ് നമ്മളുള്ളത്. ദിവസങ്ങള് പിന്നിട്ടാൽ റമളാനിന്റെ വാതിൽക്കലെത്തിപ്പോയി. ഏറ്റവും വലിയ അതിഥിയല്ലേ, അതിഥിയാണ്. ഇപ്പൊ പല ആളുകൾക്കും റമളാനിനെ കളിയാക്കാനാ നേരോ. സുബ്ഹാനല്ലാഹ്, മുൻഗാമികളായ മഹാന്മാരോ കാനൂ യസ്തഖ്ബിലൂനഹു ഖബല സിത്തതി അശ്ഹൂർ, റജബ് വന്നപ്പോഴല്ല. ഓ വാല് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, റമളാന് വരുന്നതിന്റെ 6 മാസങ്ങൾക്ക് മുമ്പ് അവർ റമളാനിന് വേണ്ടി റെഡിയായി പോയി. ഇന്നും റമളാനിന് വേണ്ടി ഒരുങ്ങാത്തവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാ ഉള്ളത്? നമ്മളിപ്പോ റമളാന്റെ ഒരുങ്ങി എങ്ങനെയെന്ന് അറിയോ? ഇന്നിപ്പോ ആരോ ഒരാൾ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു തന്നു, സമൂസാന്റെ ഫോട്ടോ. റമളാന് ഒരുങ്ങുന്ന കോല സമൂസാന്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് എന്താ പറഞ്ഞത്? നാന് ബന്നോണ്ടുല്ലേ അതിഥിയായിട്ട് റെഡിയാവോർ നാന് ഭർത്തായിരാൻ. അപ്പൊ വേറെ ചില ആളുകൾ നിന്റെ ആർക്ക് വേണു, ഇന്നത്തെ കാലത്തിൽ എന്തിനാ സമൂസ, ചിക്കൻ റോൾ ഉണ്ടോ, കട്ട്ലേറ്റ് ഉണ്ടോ, നീനെല്ലാം പണ്ടായിത്ത്, നീ നങ്ക് വേണ്ട. അപ്പോഴും ചില ആളുകൾക്ക് എന്തിനെങ്ങും സമ, ചിക്കൻ റോൾ ഇക്കട്ട്, കട്ട്ലേറ്റ് ഇക്കട്ട്, മുട്ടയുടെ നംതതിക്കട്ട്, സമൂസത്തെ ദുർഗ എന്തും പറല. നോമ്പ് തുറക്കുമ്പോ ഒരു സമൂസ അല്ലെങ്കിൽ റാഹത്തില്ല. ഇപ്പൊ അത് ചർച്ച ചെയ്തിട്ട് ചിരിക്കാനുള്ള നേരാ. ഇപ്പൊ ഇത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങൾ ചിരിക്കാൻ പറയല്ല, വാട്സപ്പിലെ ചർച്ചയാണിപ്പോ. റമളാനിൽ ഒരുങ്ങുന്ന കോല. മുൻഗാമികൾ അങ്ങനെയല്ല മുസ്ലിമേ. ഖൽബ് പിടയേണ്ടുന്ന സമയമാണ്, കണ്ണ് നനയേണ്ടുന്ന സമയമാണ്. എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാത്തതെന്തേ? ഓ ചെറുപ്പക്കാരാ, നിന്റെയും എന്റെയും കൽബൊന്ന് ഉണരാ. ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ, ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയാണ്. എനിക്കിപ്പോ ഏകദേശം 36 കഴിഞ്ഞ് 37 വയസ്സായി വരികയാണ്. ഇതുപോലെ എന്റെ പ്രായമുള്ളവർ ഈ സദസ്സിലില്ലേ? എന്നെക്കാള് പ്രായം കുറഞ്ഞവരില്ലേ? എന്നെക്കാള് പ്രായം കൂടിയവരില്ലേ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു പ്രായ പരിധി വെച്ചിട്ടൊരു കണക്കെടുക്കണോ? ഇന്ന് പോയി വീട്ടിൽ പോയി കണക്കെടുക്കേണ്ടതാണ്. ഈ അതിന്റെ
സദസ്സ് കഴിഞ്ഞ് ചിരിച്ചെത്തിയാൽ ഈ കണക്കെടുപ്പ് നടത്താതെ തോക്കയിലെ മനഹജിന്റെ ക്യാമ്പസിൽ ഇരുന്ന് വാല് കേൾക്കണ ഒരാണും ഒരു പെണ്ണും ഇന്ന് ഉറങ്ങിക്കൂടാ. ഒരു കണക്കെടുത്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്ത് കണക്കെന്നറിയുമോ? 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ മനുഷ്യന്റെ ആയുസ്സില് എത്ര മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു കണക്കെടുക്കണോ? ആ മാസങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നോക്കുമ്പോ എത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട് എന്ന ഒരു കണക്കെടുപ്പ് നടത്തണോ? എത്ര ദിവസങ്ങളാടിരിക്കും? 37 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ 37 വർഷം എന്ന് പറയുമ്പോ ഉമ്മ എത്ര ദിവസങ്ങളാണ് പിന്നിട്ടിട്ടുള്ളത്? ഒരു കണക്കെടുപ്പ് നടത്തണോ? എന്നിട്ട് നിങ്ങൾ ഒരു ധാരണയിലാകണോ? ഈ ഓരോ ദിവസം ഇങ്ങനെ നോക്കുമ്പോ ഞാൻ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ഒരു തെറ്റൊന്നും അല്ലല്ലോ, ഒരു ദിവസം എത്ര തെറ്റാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മിനിമം വെച്ചിട്ട് നോക്കാം, മാക്സിമം വേണ്ട, മിനിമം പിടിച്ചു നോക്കാം. ഒരു ദിവസം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ദിവസങ്ങളല്ലേ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ആയിരക്കണക്കിന് തെറ്റുകളല്ലേ. ഇത് എന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് നോക്കുകയാണെങ്കിലോ ആയിരക്കണക്കിന് പാപങ്ങളാണോ? ഓ മോമിനേ, ഈ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തന്നിട്ടുണ്ട് എന്നതിന് വല്ല ഉറപ്പുമുണ്ടോ? വല്ല പ്രതീക്ഷയുമുണ്ടോ? ആ പാപം പൊറുപ്പിക്കേണ്ടുന്ന സമയങ്ങളാണിപ്പോ. ധാരാളം നന്മകൾ ചെയ്ത് യജമാനനായ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടുന്ന സമയമാണിപ്പോ. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. പിശുക്കത്തരം ഒഴിവാക്കണമെന്ന് ഖുർആൻ പറഞ്ഞപ്പോ എല്ലാ വിഷയത്തിലുണ്ടാവും ഈ പിശുക്കത്തരം. എല്ലാ വിഷയത്തിലുണ്ടാവും. സ്ഥാപനത്തിന് കൊടുക്കുന്നതിലും പിശുക്കുണ്ടാവും, പാവങ്ങൾക്ക് കൊടുക്കുന്നതിലും പിശുക്കുണ്ടാവും. എന്തിനു പറയണോ? ഒരാളെ കുറിച്ച് ഈ അടുത്ത് എന്നോട് വേറൊരാൾ പറഞ്ഞിട്ടോ, പേരും വിലാസവും ഒന്നും പറഞ്ഞില്ല. അയാള് പറയുമ്പോ ചിരി വരിക. സുബ്ഹാന ജല്ല ജലാലു. അയാളെ ഭാര്യക്ക് ഒരു അസുഖം വന്നില്ല. അസുഖം വന്നപ്പോ ഭാര്യന് മരുന്നിന് കൊണ്ടുപോവാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് കൊണ്ടുപോകുന്ന നല്ല തന്നെ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നല്ല മരുന്ന് കിട്ടുക. അങ്ങനുണ്ട്. അതേസമയത്ത് ഭാര്യ ചോദിച്ചില്ല, എന്തെങ്കിലും നിങ്ങൾ എന്റെ ഗവൺമെന്റ് ആസ്പത്രിക്ക് പോണ്ടേണ്ട് നാം മറിച്ചിട്ട് നിങ്ങൾ പിന്നെ ഒരു മങ്ങിലാവുക. അപ്പൊ ഭർത്താവ് പറഞ്ഞല്ല ഭാര്യനോട്, ഇപ്പൊ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാം കൂടി പറയാൻ പാടില്ലല്ലോ. ഭാര്യനോടാണെങ്കിൽ ശരി, എല്ലാം കൂടി പറയാൻ പറ്റൂല. അതിനുണ്ട്. അപ്പൊ ഭാര്യനോട് ഇയാൾ പറഞ്ഞില്ല, എന്തെങ്കിലും ബെർത്തേക്ക് പൈസ വേസ്റ്റ് ആക്കടേ, ഔടാൻ ടാങ്ക് പൈസ കൊടുക്കണല്ലേ, ഔടാൻ ടാങ്ക് ഫ്രീയില് കിട്ടല്ലേ, പൈസ കൊടുക്കാൻ ടൈമേ, ഇനി കൊടുത്തെങ്കും ചെറിയ പൈസത്തിൽ കിട്ടല്ലേ മറന്ന്. ഭാര്യ പറഞ്ഞില്ല, നിങ്ങളെ ഈ ബുദ്ധി മങ്ങിലവിടെ മുന്നോളം നക്ക് കൊന്തിന്നെങ്കിൽ നിങ്ങളെ സുർപ്പ നോക്കാനാത്തതാണ്. മങ്ങിലവിടെ ഒട്ടു നോക്കാലാന്ത്. എന്താ കാരണം? സ്വന്തം ഭാര്യക്ക് ഒരു അസുഖം വന്നപ്പോ നല്ലൊരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പിശുക്കത്തരം കാണിക്കണ ഭർത്താവ്. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. പലതരത്തിലുണ്ടാവും പിശുക്കത്തരം. അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, സുബ്ഹാന ജല്ല ജലാലു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ സംസാരം നിർത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പറയപ്പെട്ട പിശുക്കത്തരത്തിൽപ്പെട്ടതാണ് നളുറുക ഇലംറഅതി ഗൈരിക,
സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് പോലും ആരാന്റെ ഭാര്യയിലേക്ക് നോക്കണ പണിയില്ലേ, നോക്കണ സ്വഭാവമില്ലേ. അതിമിനശുഹീ പിശുക്കത്തരത്തിൽപ്പെട്ടതാണ് കേട്ടോ. പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഭാര്യയിലേക്ക് നോക്കുമ്പോഴാണ് ഒരു സന്തോഷം. സുബ്ഹാനല്ലാഹ്. പക്ഷേ സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് പോലും ഏതോ ഒരു പെണ്ണിലേക്ക് ആരാന്റെ ഭാര്യയിലേക്ക് നോക്കുകയാണ്. അത് പിശുക്കത്തരമാണ്. അതുകൊണ്ട് വമയ്യൂഖ ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാന്റെ ഭാര്യയിലേക്ക് നോക്കണ പണി നിർത്തിയാൽ അവരാണ് വിജയികൾ കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഖുർആനിന്റെ വ്യാഖ്യാനം എത്ര വിശാലമായ വ്യാഖ്യാനമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ പരിശുദ്ധ ഇസ്ലാമിൽ പിശുക്കത്തരമെന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലുമുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിനും പിശുക്കത്തരമുണ്ട്. ആ റബ്ബിനെ അനുസരിക്കുന്നതിനൊരു കുറവും വരുത്താൻ പാടില്ല. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈമാന് നഷ്ടപ്പെട്ടു പോകുന്നത്? ഒരാൾക്കും പറയാൻ കഴിയില്ല. മരിക്കുന്ന സമയത്ത് നല്ല ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണോ? നല്ല ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണോ? ഇന്നത്തെ മനഹജിന്റെ ഈ സദസ്സിലുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ, ഈ ഒത്തുചേരലെല്ലാം നമുക്ക് നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാകളോ. അതിന് എന്ത് വേണം? നമ്മുടെ ഖൽബില് നല്ല ഈമാന് വേണം. ഈമാന് ഉറപ്പിക്കപ്പെട്ടവരാകണോ. സുഹൃത്തുക്കളെ, ഇബ്ലീസ് ആകുന്ന പിശാച്, ആ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് നമുക്ക് രക്ഷ വേണം. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് സലാമത്ത് വേണം. ഞാനൊരു ചെറിയ ചരിത്രം ഇന്നത്തെ സദസ്സിൽ പറഞ്ഞു ഞാൻ എന്റെ വാദ നിർത്തട്ടെയോ? എന്റെ മുഅ്മിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നോളൂ. പ്രായമുള്ള ഉപ്പമാർ അവിടെ തന്നെ ഇരുന്നോളൂ. നടുവേദനയുള്ളവരിരുന്നോളൂ. ആരോഗ്യമുള്ള യുവാക്കളൊക്കെ ഒന്നെണീറ്റ് നിൽക്കൂ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ ആഖിബത്ത് നമുക്ക് നന്നാകണോ? കലിമ ചൊല്ലി മരിക്കാൻ കഴിയണോ? അതിനാകണം നമ്മുടെ വാദ പറച്ചിലുകളും വാദ കേൾക്കലോ. അതിനാണ് നമ്മുടെ പള്ളികളും മദ്രസകളും ദർസുകളും നമ്മുടെ എല്ലാ ദീനീ മജ്ലിസുകളും സംരംഭങ്ങളും സ്ഥാപനങ്ങളും ഈമാനോടെ മരിക്കാനോ. ഈ മൻഹജ് എന്ന സ്ഥാപനം എന്തുകൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഗുബനൂർ ദാരിമി ഉസ്താദ്, അതുപോലെ തന്നെ അഹമ്മദ് ബാക്കവി ഉസ്താദ്, അവരെയൊക്കെ നിങ്ങൾ ഏൽപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഏറ്റെടുത്തത്? അവർക്ക് ദീനീ ഖിദ്മത്തിന് വേറെ അവസരമില്ലാഞ്ഞിട്ടല്ലല്ലോ. എത്ര കാലമാണ് അവരിങ്ങനെ ദർസ് നടത്തുന്നു. ഒരുപാട് പണ്ഡിതന്മാരെ അവർ വാർത്തെടുത്തിട്ടുണ്ട്. ഇന്നും ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത് അഹമ്മദ് ബാക്കവി ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളാണ്. ഉസ്താദ് എന്നെ വിളിച്ചിട്ടില്ല, ശിഷ്യഗണങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. സുഹൃത്തുക്കളെ, അവർ കുറെ കാലങ്ങളായി ദർസ് നടത്തുന്നവരാണ്. ഇപ്പോഴും ഞാൻ ഇവിടെ വാദ പറയാൻ എണീറ്റ് നിൽക്കുമ്പോ ബനൂര് ദാരിമി ഉസ്താദ് എന്നോട് പറഞ്ഞു, ദർസ് ഇങ്ങനെ നിലനിൽക്കണോ? അതിന്റെ കാര്യങ്ങളൊക്കെ പലതും റാഹത്താകാനുണ്ട്. അതിനുവേണ്ടി ദുആ ചെയ്യണമെന്നാ പറഞ്ഞു. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ. അവരൊക്കെ ഇപ്പൊ പ്രായമായപ്പോഴാണ് ഇങ്ങനെ പലയിടത്തും അതാ വ്യാപകമായി വാദിന് പോകുന്നത് ചുരുക്കിപ്പോയത്. അതേ സമയത്ത് ഒരു
കാലത്തൊക്കെ അവരൊക്കെ നല്ല വാല് പറയുന്നവരാടിരുന്നു. പല സ്ഥലങ്ങളിലും വാതിന് പോകുന്നവരാടിരുന്നു. അല്ലാഹു അവർക്കും നമുക്കുമൊക്കെ റബ്ബേ നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. എന്നിട്ടും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നല്ല നീയത്തോടെ ഈ നാട്ടുകാരെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോ അവരത് ഏറ്റെടുക്കാൻ കാരണമെന്ത്? അതേ ദീനീ പ്രവർത്തനത്തിന് അവസരം കിട്ടുമ്പോ മുടക്ക് പറയരുതല്ലോ. ഈ പ്രവർത്തനങ്ങളെ കൊണ്ടുള്ള ലക്ഷ്യമെന്താണ്? അവസാനം ഈമാനോടെ മരിക്കണോ? ഓ സുഹൃത്തുക്കളെ, ആരുടെ ഈമാനാണ് എപ്പോഴാണ് തെരിച്ചു പോവാന്ന് പറയാൻ പറ്റൂല. ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചപ്പോഴേക്ക് ഉമാ തിരക്കേടില്ല എന്ന ചിന്ത കൽബിൽ വന്നു പോയല്ലോ. പാപ്പാ സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്നപ്പോഴേക്ക് തിരക്കേടില്ല, ഇനി ഒന്നും മരിച്ചു കിട്ടിയാ മതി, സ്വർഗത്തിലെത്താനെന്ന ഒരു ധാരണ കൽബിൽ വന്നു പോയല്ലോ. എന്നാൽ പറയട്ടെ, മുൻഗാമികൾ അങ്ങനെയല്ല. എത്ര ഇബാദത്തിന്റെ കണക്ക് പറയാൻ അവർക്കുണ്ടെങ്കിൽ പോലും, എത്ര സൽക്കർമ്മങ്ങളുടെ കണക്ക് പറയാൻ അവർക്കുണ്ടെങ്കിൽ പോലും അവർക്കത് മതിയായിട്ടില്ല, അവർക്കത് തികഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, 220 കൊല്ലക്കാലം 1-2 വർഷക്കാലങ്ങളല്ല, 220 വർഷക്കാലം അല്ലാഹുവിന് ഒരു തെറ്റുപോലും ചെയ്യാതെ ഇബാദത്ത് മാത്രം ചെയ്ത് ജീവിച്ചിരുന്ന ബർസി ബർസീസ എന്ന ഒരു മനുഷ്യൻ 220 കൊല്ലക്കാലം ഒരു തെറ്റ് പോലും ചെയ്യാതെ, ഒരു ഹറാം പോലും ചിന്തിക്കാതെ, ഒരു ഹറാം കാണാതെ, ഒരു ഹറാം ഉച്ചരിക്കാതെ, ഒരു ഹറാം പിടിക്കാതെ, ഒരു ഹറാമിലേക്ക് നടന്നു നീങ്ങാതെ നല്ലത് മാത്രം ചെയ്ത് 220 കൊല്ലക്കാലം ജീവിച്ച ബർസീസ എന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? മഹാന്മാരെ രേഖപ്പെടുത്തിയില്ലേ? വകാന 60,000 മിൻ തലാമിദതിഹി യംശൂന ഫിൽ ഹവാഇ ബിബറകതിഹി. 100 കണക്കിന് ശിഷ്യഗണങ്ങളില്ല, 1000കണക്കിനല്ല, 60,000 ശിഷ്യന്മാരുള്ള മഹാനാണ്. വലിയ മുദർരിസാൻ, വലിയ ആലിമാൻ, വലിയ പണ്ഡിതനാൻ. 60,000 കണക്കെ ശിഷ്യന്മാരുള്ള ആ ശിഷ്യന്മാര് പേരിന് കുറെ ശിഷ്യന്മാരല്ല. യംശൂന ഫിൽ ഹവാ. ബർസീസയുടെ മഹത്വം പറഞ്ഞപ്പോൾ പറഞ്ഞതെന്താണ്? ശിഷ്യന്മാരുടെ പവറാ. ഇവിടെയും അതാ ഈ സ്റ്റേജിലുള്ള വലിയ ആലിമീങ്ങളുടെ ശിഷ്യന്മാരോട് ഞാൻ പറയട്ടെ, ഈ മനഹജിന് വേണ്ടി നിങ്ങൾ ധാരാളം പ്രവർത്തിക്കുന്നവരാണ്, ഇനിയും പ്രവർത്തിക്കണം. ഉസ്താദുമാരുടെ പൊരുത്തം കിട്ടാൻ, ഏറ്റവും വലിയ സന്തോഷം കിട്ടാൻ, അവർ നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. അതിന് ഞങ്ങളെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാവും, ഞങ്ങളെ ദീനീ ഖിദ്മത്തിൽ വലിയ ബറക്കത്തുണ്ടാവും. സാന്ദർഭികമാണ് ഞാൻ എന്റെ കൂട്ടുകാരോട് പറയാണ്, ഈ ബർസീസയുടെ പ്രത്യേകത പറഞ്ഞപ്പോഴോ 60,000 മലക്കുകൾ, 60,000 ശിഷ്യന്മാർ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ്, കാറ്റിൽ ഇങ്ങനെ നടക്കുകയാണ്.
നടക്കുകയാണ്. ആ ശിഷ്യന്മാർ അങ്ങനെ കാറ്റിൽ നടക്കാൻ കാരണം എന്തേ? അത് ശിഷ്യന്റെ പവറല്ലല്ലോ. ഓ മുതഅല്ലിമീങ്ങളെ, എത്ര വലിയ സ്ഥാനത്തെത്തിയാലും, നിങ്ങൾ എത്ര വലിയ സംഘടനാ നേതൃസ്ഥാനത്തെത്തിയാലും, എത്ര വലിയ മുദർരിസായാലും, എത്ര വലിയ വാല് പറയുന്നവരായാലും, നിങ്ങളെ വാല് കേൾക്കാൻ പലരും ആളുകൾ വന്ന് തടിച്ചുകൂടിയേക്കാം. പലരും ലൈവായി നിങ്ങളെ വാല് പലരും കേട്ടേക്കാം. നിങ്ങൾക്ക് ഒരുപാട് അഭിമാനികൾ ഉണ്ടായേക്കാം. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായേക്കാം. പക്ഷേ അതെല്ലാം തകർന്നു പോകാൻ ഒരൊറ്റ സെക്കൻഡ് മതി. ഏത് സെക്കൻഡ് എന്നറിയുമോ? ഈ ഉയർച്ച മുഴുവനും കിട്ടിയത് എന്റെ പവറാണ്, എന്റെ അധ്വാനമാണ് എന്ന ഒരു ചിന്ത കൽബിൽ വന്നുപോയാൽ എല്ലാം തകർന്നു പോകാൻ ദിവസങ്ങളുടെ ആവശ്യമില്ല, ഒരു ചെറിയ സെക്കൻഡ് മതി. അതിന് പകരം എന്താണ് മുതഅല്ലിമീങ്ങൾ ചിന്തിക്കേണ്ടത്? എന്റെ ഉയർച്ചയുടെ കാരണം എന്റെ ഉസ്താദിന്റെ ബറക്കത്താണ്, എന്റെ ഒരു പവറുമല്ല. ബർസീസയുടെ ശിഷ്യന്മാര് 60,000-ഓളം വരുന്ന ശിഷ്യന്മാര് അവരെ കാറ്റിലിങ്ങനെ നടക്കുകയാണ്, അന്തരീക്ഷത്തിൽ നടക്കുകയാണ്. അതിനെന്താ കാരണം? ബിബറക്കത്തി, ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ടാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അത്രയും വലിയ ഉസ്താദിന്റെ ഇബാദത്തോ, തഅജ്ജബത്തുൽ മലായികത്തു മിൻ ഇബാദത്തിഹി, മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നിപ്പോയി. മലക്കുകൾക്ക് പോലും ഈ പണ്ഡിതന്റെ ഇബാദത്ത് കൊണ്ട് അത്ഭുതം തോന്നണമെങ്കിലോ ആ പണ്ഡിതന്റെ ഇബാദത്തിന്റെ പവർ എത്രയായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക്. പക്ഷേ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞില്ലേ, മലക്കുകളെ ലിമാദാ തതഅജ്ജബൂന മിൻഹു, എന്റെ ബർസീസയുടെ ഇബാദത്ത് കാണുമ്പോ നിങ്ങൾക്ക് അത്ഭുതം തോന്നാൻ കാരണം ഇന്നി ലഅലമു മാ ലാ തഅലമൂൻ, ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ടല്ലോ. ഫഫീ ഇൽമി അന്നഹു യക്ഫുറു വയദ്ഖുലുൻ നാർ, എന്റെ അറിവിലുള്ള കാര്യമാണ്. ഇത്രയും ശിഷ്യഗണങ്ങളുള്ള ഈ പണ്ഡിതനില്ലേ അവിശ്വാസിയായി ചത്തുപോകും, പിന്നീട് നരകത്തിൽ കടക്കൂ, സ്വർഗത്തിൽ കടക്കൂല. ഇനി ഇബ്ലീസിന്റെ പണിയാണ് ആ പണ്ഡിതന്റെ തലതിരിക്കാൻ. ഇബ്ലീസ് വന്നു, ഈ ബർസീസ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. വരുന്നതോ ഏത് കോലത്തിലും വരാമല്ലോ. ഒരു വലിയ ഇബാദത്തുകാരന്റെ കോലത്തിലാണ് വന്നത്. എന്നിട്ടോ ഇബ്ലീസിനോട് ബർസീസ ചോദിച്ചു, നീ ആരാണ്, എന്താണ് നിനക്കിവിടെ ആവശ്യം? ഇബ്ലീസ് പറഞ്ഞു, അനാ ആബിദ്, ഞാനൊരു ഇബാദത്തുകാരനാണ്, ഞാൻ വലിയ ഇബാദത്തുകാരനാണ്. നീ ഇപ്പൊ വലിയ ഇബാദത്ത് ചെയ്യല്ലേ, നിനക്ക് ഞാൻ സഹായിക്കാൻ വന്നതാണ്. ബർസീസ പറഞ്ഞു, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല, നിന്റെ കൂട്ടുകെട്ട് എനിക്ക് ആവശ്യമില്ല. ഫല്ലാഹു യക്ഫീഹി സാഹിബാ, എനിക്ക് കൂട്ടിന് അല്ല മതി, അള്ളാന്റെ സഹായം എന്റെ ഇബാദത്തിന് മതി, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇബ്ലീസ് എന്ത് ചെയ്തു എന്നറിയോ സുഹൃത്തുക്കളെ? ഇബ്ലീസ് അതാ 3 ദിവസക്കാലം ബർസീസയുടെ അടുത്ത് വെച്ച് തന്നെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. ആ 3 ദിവസം ഇബ്ലീസ് ഇബാദത്ത് ചെയ്യുമ്പോ ഇബ്ലീസ് ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല.
ഇത് കണ്ടപ്പോ ബർസീസക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. ഞാനും ഇബാദത്ത് ചെയ്യുന്നു, ഈ ചങ്ങാതിയും ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നു, പാനീയം കുടിക്കുന്നു, ഈ ചങ്ങാതി ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല. എന്നെക്കാൾ വലിയ പവറാണല്ലോ. അപ്പോഴാണ് ബർസീസ ഈ ചങ്ങാതിയോട് പറയാണ്. അപ്പൊ ഈ ചങ്ങാതി പറഞ്ഞു, അതെ, എനിക്ക് ഇങ്ങനെ കിട്ടിയ കാരണം എന്താണ്, ഈ പവർ കിട്ടാൻ കാരണം എന്താണ്? ഞാനൊരു തെറ്റ് ചെയ്തു പോയി. കണ്ടോ, ബർസീസാനെ കൊണ്ട് ഇബ്ലീസ് തെറ്റ് ചെയ്യിപ്പിക്കുന്ന കോലം കൊണ്ടോ. 60,000 ശിഷ്യഗണങ്ങളുള്ള വലിയ പണ്ഡിതനാടിരുന്നു. ഇബ്ലീസ് പറഞ്ഞു, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിനെ ഓർക്കുമ്പോ എനിക്ക് ഉറക്കം വേണ്ടാന്ന് തോന്നിപ്പോകൂ, ഭക്ഷണം വേണ്ടാന്ന് തോന്നിപ്പോകൂ, കുടിക്കാനൊന്നും വേണ്ടാന്ന് തോന്നിപ്പോകൂ. അങ്ങനെയാണ് ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഉറങ്ങാതെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇബാദത്തിന്റെ മാധുര്യം എനിക്ക് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. ബർസീസ ചോദിച്ചു, എനിക്ക് നിങ്ങളെ പോലെ ആകാൻ എന്ത് ചെയ്യണം? ബർസീസ പറഞ്ഞു, ബർസീസാനോട് ഇബ്ലീസ് പറഞ്ഞു, ഇദ്ഹബ് വഅസില്ല, പോയിട്ട് അല്ലാഹ്ക്ക് ഒരു തെറ്റ് ചെയ്താ മതി, ഒറ്റ ഒരു തെറ്റ് ചെയ്താ മതി, ഇപ്പൊ ഉള്ളതിനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് എത്താൻ കഴിയൂ. ഇബ്ലീസ് അങ്ങ് പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ തൗബ ചെയ്താ മതിയല്ലോ. ഓ ചെറുപ്പക്കാരാ, ചിലപ്പോ ഏതോ ഒരു അന്യ പെണ്ണിനോട് നിനക്ക് നിന്റെ കൽബിലൊരു പ്രണയമുണ്ടായപ്പോ ആ അന്യ പെണ്ണ് നിന്നോട് ചോദിച്ചില്ലേ, ഇത് ചെയ്യുന്നത് തെറ്റല്ലേ, റമദാൻ വരികയല്ലേ? അപ്പൊ നീ എന്താണ് ന്യായം പറഞ്ഞത്? ഒരു തെറ്റ് നമുക്ക് ഒരിക്കലൊരു തെറ്റ് ചെയ്തിട്ട് പിന്നെ തൗബ ചെയ്യാമെന്ന ഒരു മുടന്ത ന്യായം ആ പെൺകുട്ടിക്ക് നീ പറഞ്ഞു കൊടുത്ത് പറ്റിച്ചില്ലേ? ഇത് വലിയ പൊട്ടത്തരമല്ലേ, വെട്ടിത്തരമല്ലേ, ഇബ്ലീസിന്റെ വാദമല്ലേ അത്? ഒരു തെറ്റ് ചെയ്തിട്ട് പിന്നെ തൗബ ചെയ്താൽ മതി, നമുക്ക് നന്നാകാം. ഇബ്ലീസിന്റെ വാദമല്ലേ? പക്ഷേ ബർസീസ ഇതങ്ങ് കേട്ടു. ഇബ്ലീസയുടെ വാക്ക് കേട്ട് ബർസീസ ഇതങ്ങ് അംഗീകരിച്ചു. എന്ത് തെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ബർസീസയോട് പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടത്? ബർസീസ പറയാണ്, അതെ, ഇബ്ലീസ് പറയാണ്, വ്യഭിചരിച്ചുകൂടെ? ഇബ്ലീസ് ഒന്നാമതായി പറഞ്ഞത് അതാണ്, വ്യഭിചരിച്ചുകൂടെ? വ്യഭിചരിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇബ്ലീസ് അല്ലേ? ഒന്നാമത്തെ തെറ്റ് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തത് സിനാ, വ്യഭിചാരമാണ്. അപ്പൊ ബർസീസ പറഞ്ഞു, ലാ ഫഅലുഹു, വ്യഭിചരിക്കാൻ എന്നെ കിട്ടൂല. എന്നാൽ ഇബ്ലീസ് രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, അന്തഖ്തുല മുഅ്മിന, ഒരു മുഅ്മിനെ നിനക്ക് കൊന്നുകൂടെ? അപ്പോഴും അതാ ബർസീസ പറയാൻ, ലാ ഫഅലുഹു, മുഅ്മിനായ മനുഷ്യനെ കൊല്ലേ, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ കൊല്ലാനൊന്നും നിൽക്കൂല. മൂന്നാമതായി ആണ് ബർസീസനോട് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത്, ഇശ്റബിൽ ഖംറ അൽ മുസ്കിറ, അതേ മസ്താക്കുന്ന കള്ള് കുടിച്ചുകൂടെ? ഇത് കേട്ടപ്പോൾ അത് തരക്കേടില്ല എന്നൊന്ന് ചിന്തിച്ചു പോയി. ഓ ചെറുപ്പക്കാരാ, ലഹരി വലിയ ആപത്താണ്, കഞ്ചാവ് വലിയ ആപത്താണ്, മയക്കുമരുന്ന് വലിയ ആപത്താണ്. ഉമ്മമാരെ, എന്തിനാണ് മൻഹജ് പ്രവർത്തിക്കുന്നത്? ഇവിടെ ദർസ് ഉഷാറാവൂ, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ തുടങ്ങി വെച്ച ദർസിൽ ധാരാളം കുട്ടികൾ പഠിക്കൂ. ആ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, മുത്തഅല്ലിമീങ്ങൾ പുറം നാട്ടിൽ നിന്ന് പലരും വന്ന് പഠിക്കൂ. ഈ നാട്ടുകാരായ മുത്തഅല്ലിമീങ്ങളും ഇവിടെ വന്ന് പഠിക്കണോ? ഏറ്റവും ചുരുങ്ങിയത് മദ്രസ കഴിഞ്ഞിട്ടുള്ള
കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ മക്കള് പിഴച്ചു പോകാനുള്ള സമയമാണ് മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം. ആ സമയത്താണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ കഞ്ചാവിനടിറ്റാടി പോകുന്നത്, മയക്കുമരുന്നിനടിറ്റാടി പോകുന്നത്. ആ സമയത്ത് നമ്മുടെ കുട്ടികൾ ഈ മുതഅല്ലിമീങ്ങളെ കൂടെ ഇരുന്ന് ആ ഒന്നാം ദർസ് മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം അവർ വന്നിട്ട് അത്യാവശ്യമുള്ള കിതാബ് പഠിച്ചോട്ടെ, ഉപകരിക്കുന്ന കിതാബ് പഠിച്ചോട്ടെ. ആ മക്കളെ നിങ്ങൾ ദർസിലേക്ക് പറഞ്ഞേക്കണേ ഉമ്മമാര്. സാന്ദർഭികമായി ഞാൻ പറയാണ്, ഇരിക്കട്ടെ, കള്ളു കുടിക്കണമെന്ന് പറഞ്ഞപ്പോ ബർസീസ ഇതങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് ബർസീസ ചോദിച്ചു, ഐന അജിദു, എവിടെന്നാണ് ഈ കല്ല് കിട്ടുക? സുബ്ഹാനല്ലാഹ്, എവിടെന്നാണ് ഈ കള്ള് കിട്ടുക? കള്ളു കുടിക്കാനല്ലേ പറഞ്ഞത്, ഈ കള്ള് എവിടുന്നാണ് കിട്ടുക? ഉടനെ ബർസീസ പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഖറിയതി കദാ, ഇന്നാൽ ഇന്ന നാട്ടിൽ ചെന്നാൽ അവിടെ കള്ളു കിട്ടൂ, അവിടെ കഞ്ചാവ് കിട്ടൂ, അവിടെ ലഹരി കിട്ടൂ. അങ്ങനെ ബർസീസ അങ്ങോട്ട് ചെന്നു. പോയി നോക്കുമ്പോ ഫറആ ഇംറഅതൻ ജമീലതൻ തബീഉ ഖംറാ, കള്ള് വിൽക്കുന്നത് ആരാണെന്നറിയുമോ ചെറുപ്പക്കാരാ? സൗന്ദര്യമുള്ള ഒരു പെണ്ണാണ് കിട്ടോ. ആ സുന്ദരിയായ പെണ്ണാണ് കള്ള് വിൽക്കുന്നത്. ഫസ്തറാ മിൻഹൽ ഖംറാ വശരിബഹാ, സുന്ദരിയായ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഈ വലിയ പണ്ഡിതൻ കള്ളിന്റെ കുപ്പി അങ്ങ് വാങ്ങി കുടിച്ചു. മസ്തായി പോയി. കള്ളു കുടിക്കാൻ ചെന്നതാണ്, പക്ഷേ ലഹരിയായപ്പോ വസനാബിഹാ, സൗന്ദര്യമുള്ള ആ പെണ്ണിനെ വിട്ടില്ല. കള്ളു കുടിച്ച് ലഹരി പിടികൂടിയപ്പോ ആ പെണ്ണിനെ വ്യഭിചരിച്ചു പോയി. കള്ള് വിൽപ്പന നടത്തിയ പെണ്ണിനെ വ്യഭിചരിച്ചു പോയി. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഭർത്താവ്, ഈ പെണ്ണിന്റെ ഭർത്താവ് അവിടെ വരുന്നു. ആ ഭർത്താവിനെയും ഈ ബർസീസ അടിച്ചു കൊന്നുകളഞ്ഞു. ഇപ്പൊ ഈ ബർസീസ 3 തെറ്റാ ചെയ്തത്. ഒന്ന് കള്ളു കുടിച്ചു, ലഹരി പിടികൂടിയിട്ട് വ്യഭിചരിച്ചു, ആ പെണ്ണിന്റെ ഭർത്താവിനെ കൊന്നു. 3 തെറ്റിങ്ങനെ ചെയ്തു നിൽക്കവേ ഇബ്ലീസ് മനുഷ്യന്റെ കോലത്തിൽ വന്നു. ബർസീസാനെയും കൂട്ടിയിട്ട് ഭരണാധികാരിയുടെ അരികിൽ ചെന്നു. കൊന്നയാളാ. ഭരണാധികാരി ബർസീസിനെ പിടിച്ചിട്ട് തൂക്കിലേക്ക് കയറ്റാൻ നോക്കുന്നു. കള്ളുകുടിച്ചതിന്റെ പേരിൽ 80 അടി അടിച്ചു, വ്യഭിചരിച്ചതിന്റെ പേരിൽ 100 അടി അടിച്ചു, കൊന്നതിന്റെ പേരിൽ തൂക്കിലേക്ക് കയറ്റുകയാണ്. അപ്പോഴാണ് ഇബ്ലീസ് വന്നിട്ട് പറയുന്നത്, നിന്നെ ഞാനല്ലേ പറ്റിച്ചത്, ഇപ്പൊ നിന്നെ കൊല്ലാൻ പോവാണ്. നിന്നെ ഈ തൂക്കുമരത്തിൽ നിന്ന് താഴോട്ട് ഇറക്കണമെങ്കിൽ എന്നെ കൊണ്ടല്ലാതെ കഴിയില്ല. തൂക്കുമരത്തിലേക്ക് കയറ്റിയതും ഞാനാണല്ലോ. നിനക്ക് ആ തൂക്കുമരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങണമെന്നുണ്ടോ? എന്നാലും ഞാനൊരു കാര്യം പറഞ്ഞു തരാം, അത് ചെയ്താലേ നിനക്ക് ഇറങ്ങാൻ പറ്റൂ. ബർസീസ ചോദിച്ചു, എനിക്ക് ആഗ്രഹമുണ്ട് തൂക്കുമരത്തിൽ നിന്ന് താഴോട്ടിറങ്ങാൻ. എന്താണ് നിനക്ക് വേണ്ടത് പറ, ഞാനത് തരാം. ഇബ്ലീസ് പറഞ്ഞു, ഉസ്ജുദ്ലി മർറതൻ വാഹിദ, എനിക്കൊരൊറ്റ സുജൂദ് ചെയ്താ മതി, ഒരൊറ്റ സുജൂദ് ചെയ്താ മതി. ഇബ്ലീസ്
ഇബ്ലീസിനോട് ബർസീസ ചോദിച്ചു, കൈഫ അസ്ജുദു അലൽ ഖശ്ബ, ഞാൻ ഇപ്പോൾ ഉള്ളത് തൂക്കുമരത്തിലല്ലേ, ഇവിടുന്ന് ഞാൻ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത്? ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, ഉസ്ജുദു ബിൽ ഈമാൻ, താഴോട്ട് ഇറങ്ങണ്ട, ആംഗ്യം കാണിച്ചിട്ട് സുജൂദ് ചെയ്തോ, പിന്നീട് നമുക്ക് ഇറക്കാം. ഇത് കേട്ട ബർസീസ ഫസജദ ഫകഫറ, തൂക്കുമരത്തിൽ തന്നെ ആംഗ്യം കാണിച്ചിട്ട് ഇബ്ലീസിന് സുജൂദ് ചെയ്തില്ലേ, ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോയില്ലേ? ആരാടിരുന്നു മുഅ്മിനേ ബർസീസ? 60 കണക്കെ വരുന്ന ശിഷ്യഗണങ്ങള് അന്തരീക്ഷത്തിൽ നടന്നിരുന്നു, പാലിക്കളിച്ചിരുന്നു. ബർസീസ എന്ന ഉസ്താദിന്റെ ബറക്കത്തിന്റെ പവർ കൊണ്ടാണെങ്കിലോ ബർസീസ അവസാനം ഈമാനില്ലാതെ ചത്തുപോയില്ലേ? ഏത് സമയത്താണ് ഈമാന് ഊറപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് റബ്ബിനെ പേടിച്ച് റബ്ബിലേക്ക് ഖൽബ് തിരിച്ച്, കണ്ണ് സൂക്ഷിച്ച്, കാത് സൂക്ഷിച്ച്, ചെവികൾ സൂക്ഷിച്ച്, നാക്ക് സൂക്ഷിച്ച്, കരങ്ങളും കാലുകളും മനസ്സും എല്ലാം സൂക്ഷിച്ച് റബ്ബിന്റെ പൊരുത്തമില്ലാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് റബ്ബിന്റെ പൊരുത്തമുള്ളതിലേക്ക് മാത്രം വിനിയോഗിച്ചോ. ഈ വൈകിയ സമയത്ത് സാധുവായ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാല നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ് റഹ്മാനേ, പാപികളാണ് റഹ്മാനേ. നിന്റെ ദീനീ സംരംഭത്തിന്റെ ചാരത്ത് ഞങ്ങളിതാ സ്വലാത്ത് വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയവരാ. റമളാൻ വരുന്നു. ഈ സദസ്സുകളുടെ നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ ഒത്തുചേരലുകളുമെല്ലാം റമളാനിലേക്ക് നമ്മുടെ ഖൽബിൽ നല്ല ആത്മീയമായ ചിന്ത ഉദിപ്പിക്കാൻ നിമിത്തമാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ ഓരോരുത്തരുടെ ഖൽബുകളിൽ എന്ത് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം ഇവിടെയുള്ള സാദാത്തുക്കളെ ബറക്കത്തുകൊണ്ട്, ഉലമാഇന്റെ ബറക്കത്തുകൊണ്ട്, ഈ പള്ളിയുടെ ബറക്കത്തുകൊണ്ട്, മദ്രസയുടെ ബറക്കത്തുകൊണ്ട്, ഇവിടെ മറപ്പെട്ട് കിടന്നിട്ടുള്ള മഹാന്മാരെ ബറക്കത്തുകൊണ്ട് നീ നിറവേറ്റി തരണേ അല്ലാഹ്.